നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മലയാളിയെ സംബന്ധിച്ച് പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരിയാണ്. ജേക്കബ് വടക്കാഞ്ചേരി നമ്മുടെ വീഡിയോയിൽ മൂന്നാമത്തെ തവണ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. പലർക്കും ഗുണകരമായ പല കാര്യങ്ങളും നമുക്ക് കഴിഞ്ഞ 2 വീഡിയോയിലും സംസാരിക്കാൻ പറ്റി. ആദ്യത്തെ വീഡിയോ നമ്മൾ ചെയ്തത് പട്ടിക്കാട് നേച്ചർ ലൈഫിൻ്റെ ഹോസ്പിറ്റലിൽ വെച്ചാണ്. ഹോസ്പിറ്റലിൽ വിളിക്കാൻ പറ്റില്ല കേട്ടോ, പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ വെച്ചാണെങ്കിൽ. രണ്ടാമത്തെ നമ്മൾ ചെയ്തത് കോഴിക്കോട് വെച്ചാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നേച്ചർ ലൈഫിൻ്റെ മറ്റൊരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലാണ്. ഇത് കൈനഗരി എന്ന സ്ഥലത്താണ്, ആലപ്പുഴ ജില്ലയിൽ. വളരെ ഗംഭീരമായ ആലപ്പുഴയല്ലേ ഇത്? ആലപ്പുഴ ജില്ലയിലാണ്. കുട്ടനാടിൻ്റെ ഭാഗമാണിത്. മുൻഭാഗത്തൊക്കെ നല്ല കൈത്തോടുകളും കായലൊക്കെ ഉള്ള ഗംഭീരമായ സ്ഥലം. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. കാരണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ തവണ കോഴിക്കോട് അവരുടെ കേന്ദ്രത്തിൽ പോയപ്പോൾ അവിടെ ഞാൻ ഒരു പുസ്തകം അടിച്ചുകൊണ്ട് പോയിരുന്നു. അതിൻ്റെ പേര് എന്തുകൊണ്ട് നേച്ചർ ലൈഫ് എന്നാണ്. അതായത് പ്രകൃതി ചികിത്സയെപ്പറ്റി പല അബദ്ധധാരണകളും നിലവിലുള്ള കാലമാണ്. തന്നെയുമല്ല, ഒരിക്കലും അംഗീകരിക്കാത്ത പലരും, അതായത് അലോപ്പതി ഡോക്ടേഴ്സൊന്നും അംഗീകരിക്കാത്ത ഒരു ചികിത്സാ സമ്പ്രദായം കൂടിയാണിത്. പക്ഷേ അതിനെപ്പറ്റി ഞാൻ വളരെ വിശദമായിട്ട് എന്താണ് പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞു തരുന്നൊരു പുസ്തകമാണിത്. നമ്മുടെയൊക്കെ മനസ്സിൽ പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ മണ്ണ് പൊത്തിയിരിക്കുന്ന രൂപമാണ് പ്രധാനമായിട്ട് മനസ്സിൽ വരും. പക്ഷേ അതൊന്നുമല്ല. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കാര്യമായ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ നേച്ചുറോപ്പതിയിലുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന പുസ്തകമാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ടും ഇതിൻ്റെ അകത്തെ പോയിൻറ്റ്സിന് ഒരു ഉത്തരം ജേക്കബ് തരികയാണെങ്കിൽ അതാണ് കൃത്യമായി എന്താണ് പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചോദ്യോത്തരത്തിലേക്കാണ് ഞാനിന്ന് പോകാൻ വിചാരിച്ചത്. അതിനുശേഷം നമുക്ക് ഇവിടുത്തെ സൗകര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാം. അപ്പോൾ എന്തായാലും തുടക്കത്തിൽ ആദ്യത്തെ ഒരു അധ്യായം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നേച്ചർ ലൈഫ് എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ഒരു ഉത്തരം? അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, നമുക്കിപ്പോൾ ഒരു രോഗമുണ്ടായി ഒരാൾക്കെന്ന് വയ്ക്കാം, അത് പല രീതിയിൽ ചികിത്സിക്കാം. അത് രോഗത്തെ നമുക്ക് ചികിത്സിക്കാം, രോഗിയിൽ ഉണ്ടാകുന്ന രോഗത്തെ ചികിത്സിക്കാം. ആ പർട്ടിക്കുലർ പോയിന്റിൽ ഫോക്കസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാം. അത് ചിലപ്പോൾ രോഗം മാറിയെന്ന് വരും, അല്ലെങ്കിൽ മാറിയില്ല എന്ന് വരാം. ചിലപ്പോൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന കാരണങ്ങൾ കൊണ്ട് വേറെ രോഗങ്ങളായിട്ട് മാറിയെന്നും വരാം. ഈ ചികിത്സയിൽ രോഗി രക്ഷപ്പെടുന്നില്ല, രോഗി കൂടുതൽ നശിക്കുക ചെയ്യുക. കാരണം രോഗത്തെയാണ് ചികിത്സിക്കുന്നത്. അതേസമയം ചികിത്സിക്കേണ്ടത് രോഗമുണ്ടായത് എന്തുകൊണ്ട്, ആ കാരണത്തെയാണ്. അപ്പോൾ ആ കാരണത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയും ഈ രോഗം ഉണ്ടാക്കിയ ശരീരത്തെ ചികിത്സിക്കുകയും ചെയ്യണം. ആ ശരീരത്തെയാണ് നേരെയാക്കേണ്ടത്. ശരീരം നേരെയായി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കായിട്ട് പ്രത്യക്ഷപ്പെടുന്ന രോഗ ലക്ഷണങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. അപ്പോൾ രോഗത്തെയോ രോഗലക്ഷണത്തെയോ കണ്ട് അതുമ്മേ ഗുസ്തി പിടിച്ച് അതുമ്മ പോയി ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് അതാണ് കുഴപ്പമെന്ന് കരുതി നിൽക്കുന്നതിന് പകരം അല്പം വിവേകത്തോടെ അതുണ്ടാകാനിടയായ രോഗശരീരത്തെ കാണണം, രോഗ മനസ്സിനെ കാണണം. ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രാണശക്തി എന്ന് പറയുന്ന ഒരു ഇലക്ട്രിസിറ്റി ഉണ്ട്. അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് ഒരു കോശത്തിൻ്റെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 0.07 മില്ലി വോൾട്ടേജാണ്. അപ്പം അങ്ങനെ ഒരു വലിയ ഇലക്ട്രിസിറ്റി ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഇലക്ട്രിസിറ്റി വീക്കായാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണത്തെ ചികിത്സിച്ചാൽ രോഗി രക്ഷപ്പെടും. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെ വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതമാണ്. ഇതിനിടയ്ക്ക് നമ്മളിപ്പോൾ ഒരു പനി വന്നു, നേരെ ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങിക്കുന്നല്ലാതെ ഇതിൻ്റെ കാരണം കണ്ടെത്തുക എന്ന് പറയുന്നത് കുറേ സമയം എടുക്കുന്നൊരു കാര്യമല്ലേ? വാസ്തവത്തിൽ സമയമെടുക്കുന്ന കാര്യമല്ല, ഇത് മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ. കാരണം നമ്മളൊരു രോഗം വരുമ്പോൾ അന്നേരം ഇത് ആലോചിക്കുമ്പോഴാണ് നമുക്കിത് ടഫായിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ രോഗം നമ്മൾ അല്പം ഇപ്പോൾ ഈ ആലപ്പുഴയിൽ ഇവിടുത്തെ ഈ സെൻറ്ററിൻ്റെ പ്രത്യേകത, ഇവിടെ വരുന്ന ആളുകൾ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള രോഗികളെ ഞങ്ങളിവിടെ എടുക്കാറില്ല. കാരണം ഇത്തിരി കുട്ടനാടിൻ്റെ ഉള്ളിലിങ്ങനെ മാറി നിൽക്കുകയാണ്. പിന്നെ ഇത് ഇപ്പം ഈ കായൽ, നമ്മുടെ വേമ്പനാട് കായലിൻ്റെ ഭാഗമായിട്ട് അതെ പമ്പ നദിയുടെ ഇവിടെ ഒന്ന് ഒരു റിലാക്സേഷനാണ്. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെയുള്ള ആളുകൾ, അമേരിക്കയിൽ നിന്ന്, സ്വിറ്റ്സർലാൻഡിൽ നിന്ന്, അങ്ങനെയൊക്കെയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ ടെൻഷനാണ് ജീവിതം. ജോലി എന്ന് പറഞ്ഞാൽ അതിലേറെ ടെൻഷനാണ്. അപ്പോൾ അവരൊക്കെ കുടുംബസമേതം വെക്കേഷൻ ഒന്ന് ബോഡി ക്ലെൻസ് ചെയ്ത് റിലാക്സ് ചെയ്ത്, അപ്പോൾ ആ ക്ലെൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രോഗത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ശരീരം ആ രോഗ സാഹചര്യങ്ങൾ മാറി നേരെയാകുക എന്നാണ് അർത്ഥം, പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ പിന്നെ കുറേ കാലത്തേക്ക് ഒരു രോഗം അവർക്ക് വരേണ്ട കാര്യമില്ല. അല്പമൊക്കെ ഈ കാര്യം മനസ്സിലായി ചിട്ടകൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നേരെയാകാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ജോലി ഒരു രോഗം എന്നതിനേക്കാൾ ഉപരിയായിട്ട് രോഗത്തിന് വേണ്ടി ഒരുങ്ങുന്ന ശരീരത്തെ ആ ഒരു ഭാവത്ത് നിന്ന് തിരിച്ച് ആരോഗ്യത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്.
രണ്ടാമത്തെ കാര്യത്തിൽ പറയുന്നത് എന്തുകൊണ്ട് പ്രകൃതി ഭക്ഷണം എന്നുള്ളതാണ്. ഈ പ്രകൃതി ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഒരു പോയിന്റ് അതിൻ്റെ അകത്തുണ്ട്. കാരണം നമ്മൾ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമുക്ക് ആഹാരം ഇപ്പോൾ ഈ പറഞ്ഞ പോലുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും റോഡ് സൈഡ് നിർത്തി ഹോട്ടലിൽ കയറുക എന്നൊക്കെ ആയിരിക്കും നമ്മുടെ യാത്രക്കിടയിലൊക്കെ പറ്റുന്നത്. എത്രത്തോളം ഒരു സാധാരണ ജീവിതം നയിക്കുന്നതിനൊക്കെ പ്രകൃതി ഭക്ഷണം പറ്റും? അവിടെ ഈ പ്രകൃതി ഭക്ഷണം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എല്ലാം വലിയൊരു ധാരണ പോകുന്നത് ഒരു രുചിയില്ലാത്ത പച്ചക്കറിയൊക്കെ ഇങ്ങനെ വെട്ടിക്കൂട്ടി അങ്ങനെ തിന്നുക എന്നുള്ള ധാരണ വന്നിട്ടുണ്ട്. അതിൽ നല്ലൊരു പരിധി വരെ ആദ്യകാല പ്രകൃതി ഉത്സവർക്ക് ഒരു പങ്കുണ്ട്. കാരണം വേവിച്ചത് കഴിക്കാതെ ചുമ്മാ അരിഞ്ഞിട്ട പച്ചക്കറികളൊക്കെ തിന്നുന്ന കുറേ ആളുകളെ കണ്ടിട്ടാണ് പ്രകൃതി ഉത്സവങ്ങൾ മനസ്സിലാക്കിയത്. ഒരു രക്ഷയില്ലാത്ത ടെർമിനൽ സ്റ്റേജിൽ വന്നിരിക്കുന്ന ആളുകൾ, ക്യാൻസർ പിടിച്ചവർ, കരളിന് കേട്, അവരെ സംബന്ധിച്ചോളം അവർക്ക് ആ ഒരു രീതി പോയേ പറ്റുള്ളൂ. അപ്പോൾ സമൂഹം ശ്രദ്ധിച്ചത് മുഴുവൻ അങ്ങനെയുള്ള ആളുകളെ കൂടിയായിരുന്നു. അതേസമയം നമ്മൾ പറയുന്നത് ഏത് ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാം, നിങ്ങളുടെ ശരീരത്തെ നന്നാക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ ഗുണം തരുന്നതായിരിക്കണം. ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു സാധനം കഴിക്കണം, നശിപ്പിക്കുന്ന പാനീയം ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തെക്കുറിച്ച് അയാൾ ബോധയുടെ അല്ലല്ലോ. രോഗം വന്നു കഴിയുമ്പോൾ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ രോഗം തെറ്റായ ഭക്ഷണ രീതി കൊണ്ടാണ് ഉണ്ടായിട്ടിരിക്കുന്നതെങ്കിൽ ആ ഭക്ഷണ രീതി മാറ്റുന്നതിലൂടെ രോഗം ശരിയായിട്ട് മാറുള്ളൂ. തെറ്റായ പാനീയങ്ങൾ, ഇപ്പോൾ മദ്യം കഴിച്ച് കരള്, ലിവർ സിറോസിസ് പിടിച്ച ഒരാളുടെ അതങ്ങ് മാറിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കുടിക്കും എന്നുള്ള നിലപാടെടുത്തു കഴിഞ്ഞാൽ ആത്മഹത്യകരമാണ്. അപ്പോൾ അയാൾ ആ മദ്യം കാരണം എന്നുള്ള മദ്യം നിർത്തണം. കേടുപറ്റിയ ലിവറിന് ജോലി ഭാരം കൊടുക്കാതെ ലിവറിനെ തിരിച്ച് നല്ല ഹെൽത്തി ലിവർ സെൽസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു രീതിയാണ് ഒരു സയൻറ്റിഫിക് അപ്രോച്ച്. അപ്പോൾ ആ അപ്രോച്ചിൽ ലിവറിലെ സെല്ലുകൾ, ലിവറിലെ കോശങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ലിവറിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 200 to 400 days ആണ്. അത്രേ ലിവർ സെല്ല് ജീവിക്കുന്നുള്ളൂ. അപ്പോൾ ആ മോശമായി പോയ ലിവറിനെ, ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ ഗുസ്തി പിടിച്ചിട്ട് കാര്യമില്ല, അത് നന്നാക്കിയെടുക്കാൻ പ്രയാസമാണ്. അതേസമയം ഈ സെല്ലുകൾ പതുക്കെ ചത്തുപോകും, പുതിയ കോശങ്ങൾ വരുമെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് പുതിയ ഹെൽത്തി സെല്ലുകൾ ഉണ്ടാക്കാൻ എന്തെല്ലാം ചെയ്യണം, ആ സെല്ലുകളെ എനർജൈസ് ചെയ്യാനായിട്ട് വെയിൽ കൊണ്ടാൽ മതിയോ, അതിൻ്റെ ഇലക്ട്രിസിറ്റി ശരിയാക്കിയെടുക്കാൻ എന്ത് ചെയ്യണം, ഇത് മനസ്സിലായി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിവർ സിറോസിൽ നിന്നും അയാൾക്ക് തിരിച്ചു കയറാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ അപ്രോച്ചിൽ ആ ലിവർ തിരിച്ചു വരുന്നതിനേക്കാളും നല്ലത് ലിവർ മാറ്റുമ്പോൾ ഒരു 40 ലക്ഷം കിട്ടുകയാണ്. അത് മൊത്തം ചികിത്സ എല്ലാം കൂടി വരുമ്പോൾ 1 കോടിയാകും. അങ്ങനെ ഒരു 1000 പേരുടെ ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആശുപത്രികൾ രക്ഷപ്പെടും. അപ്പോൾ ഒരു കമേഴ്ഷ്യലായി പോയ ചികിത്സാ മേഖല ഈ സിമ്പിളായിട്ടുള്ള ട്രൂത്തിനെ മറച്ചു വയ്ക്കുക ചെയ്യുന്നത്, ഇതിനെ പരിഹസിക്കുക ചെയ്യുന്നത്. കാരണം ചിലവില്ലാതെ രോഗം മാറിപ്പോകുന്നത് ഒരു മെഡിക്കൽ ഇൻഡസ്ട്രിക്ക് സഹിക്കാവുന്ന കാര്യമല്ല. മെഡിക്കൽ എത്തിക്സിനെതിരാണ്. മെഡിക്കൽ എത്തിക്സ് ഇന്നില്ലല്ലോ. മുടക്കുന്ന ഫണ്ടിന് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 10,000-ലധികം കോടി മുടക്കിയിട്ടാണ് വിദേശ കുത്തകകൾ, ആയിരക്കണക്കിന് കോടി മുടക്കിയ നമ്മുടെ ആശുപത്രികളെ ഏറ്റെടുക്കുന്നത്. മുഴുവൻ അമേരിക്കൻ കമ്പനികളൊക്കെ വാങ്ങിച്ചു. അതുകൊണ്ട് ജനങ്ങൾ ഇപ്പോൾ വാസ്തവത്തിൽ ഞാൻ ഇന്ന് കാണുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായ കാര്യം, വളരെ അപകടം പിടിച്ചൊരവസ്ഥയിലേക്ക് വരിക. ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ നിങ്ങൾക്കൊരു ആശുപത്രിക്ക് കയറാൻ പറ്റില്ല. കയറിയ കുടുംബം പണയം വെക്കേണ്ടതായി വരും. ഹെൽത്ത് ഇൻഷുറൻസ് ആരാ നടത്തണേ? ഈ ആശുപത്രിക്കാരും ഉള്ള ഈ ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള കോക്കസ് ആണ്. ആ കോക്കസ് കുറച്ച് നാളൊക്കെ നിങ്ങൾക്ക് ഇൻഷുറൻസ് തരും, പിന്നെ പ്രീമിയം വളരെ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾക്ക് വലിയ മാരക രോഗം പിടിച്ചു, അല്ലെങ്കിൽ വലിയ വിലയുള്ള മരുന്നുകൾ തുടർച്ചയായിട്ട് വേണ്ടി വരുമെന്ന് കണ്ടാൽ നിങ്ങളപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാക്കും. നിങ്ങളിപ്പോൾ ഇത് കാണുന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വലിയൊരു ലാബ് ശൃംഖല നടത്തുന്ന എൻ്റെ ഒരു സുഹൃത്തോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, ഒരു അമേരിക്കൻ കമ്പനി നമ്മൾ ഈ കേട്ടിരിക്കുന്ന, നിങ്ങളൊക്കെ കൊച്ചിയിലൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന വമ്പൻ ഹോസ്പിറ്റലെല്ലാം വാങ്ങിച്ചു. അല്ലെങ്കിൽ വളരെ കുറച്ച് ഷെയർ മാത്രം ഉടമസ്ഥരെ നിലനിർത്തിക്കൊണ്ട് ബാക്കി മുഴുവൻ വാങ്ങിച്ചിരിക്കുകയാണ്. അത് നമ്മൾ പലരും അറിഞ്ഞിട്ടില്ല സംഭവം. അതിൽ ഈ കോവിഡ് വാക്സിനൊക്കെ കൊടുത്ത് അവരൊരു ഗ്രൗണ്ട് ക്ലിയർ ചെയ്ത് അവർ വിതച്ചു. അയഡിൻ ഉപ്പ്, കുട്ടികൾക്കെല്ലാം മുട്ടയും പാലും, അയൺ ഗുളിക. ഈ കുഞ്ഞുങ്ങൾ മുഴുവൻ കരളും കിഡ്നിയും മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം അയണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പരിശോധിക്കാതെ സകല കുട്ടികൾക്കും ഇത് കൊടുക്കുകയാണ്. ചീരക്കറി കൊടുത്താൽ മതി, ചീരയും നെല്ലിക്കയും കൂടി കൊടുത്താൽ ആ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഹെൽത്തി സൈഡ് എഫക്ട്സ് ഇല്ലാത്ത അയൺ കിട്ടും. പക്ഷേ അതുകൊണ്ട് ഈ
പ്ലാൻ ചെയ്ത് ഇപ്പം ഒരു വിദേശ കുത്തകയൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഒരു 50 കൊല്ലം മുമ്പ് തന്നെ അവരൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വിതച്ചു, ഇനി അവർക്ക് കൊയ്യാനായിട്ട് ചാകര കൊയ്യാനായിട്ടുള്ള സമയമായി. നമ്മൾ നിന്ന് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ, നമ്മൾ നിന്ന് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആകെ അൺഹെൽത്തി ആയി. അപ്പോൾ പ്രകൃതി ഭക്ഷണം എന്ന് പറയുമ്പോൾ ശരീരത്തെ നന്നാക്കുന്ന എന്ത് ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാം. ഇല്ല എനിക്ക് ശരീരത്തെ മോശമാക്കുന്ന ഭക്ഷണം കഴിക്കണമെന്ന് ഒരാൾ ആരെങ്കിലും വാശി പിടിക്കില്ല. പക്ഷേ പരസ്യങ്ങളിലൂടെ രുചിക്ക് നമ്മളെ അടിമകളാക്കി. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരുന്ന രോഗികളിൽ ഏത് കാരണം ഭക്ഷണം മോശമായിട്ട് കഴിച്ചിട്ടാണോ, അല്ലെങ്കിൽ തന്നെ ഈ 365 ദിവസവും ചോറ് തന്നെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. എന്ന് വെച്ച് ചോറ് ഒഴിവാക്കുന്നതും ശരിയല്ല. മലയാളി ചോറ് തിന്നണം, പക്ഷെ തവിടുള്ള ചോറ് തിന്നണം. അപ്പോൾ അതുപോലെ ഒരു മാറ്റം, ഒരു വർഷത്തിൽ 2 ആഴ്ചയെങ്കിലും എല്ലാവരും ചെയ്യേണ്ട ഒരു മാറ്റം. ആ ഒരു മാറ്റത്തിൻ്റെ കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ശ്വസനത്തിൻ്റെ രീതികൾ വരും, വാട്ടർ എങ്ങനെ വെള്ളം എങ്ങനെ കുടിക്കണം. നമ്മുടെ ആൾക്ക് വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല, അങ്ങെടുത്ത് കുടിക്കും, തോന്നുമ്പോൾ കുടിക്കും. അതിനൊരു രീതിയുണ്ടോ? ദാഹം തോന്നാതെ വെള്ളം കുടിക്കണം. ഒരു സിപ്പല്ലാതെ ഒരു കവിള് വെള്ളം വായിൽ നിർത്തി ചൂട് വരുത്തി പതുക്കെ ഇറക്കണം. അപ്പോൾ അങ്ങനെയെല്ലാം കഴിക്കുമ്പോഴാണ് ഈ സെല്ലുകളിലേക്ക് വെള്ളം എത്തിയിട്ട്, അവയവങ്ങളിലേക്ക് വെള്ളം എത്തിയിട്ട് അവിടെയുള്ള ക്ലെൻസിങ് നടക്കുകയുള്ളൂ. വെള്ളത്തിൻ്റെ ഒരു ഉപയോഗം കഴുകി ശുദ്ധിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നമ്മുടെ മൂത്രത്തിലൂടെ പോവുകയല്ലാതെ വേണ്ട ഗുണം അതിൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ അഴുക്ക് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ, ശരിയായിട്ട് വെള്ളം ചെല്ലാത്തത് കൊണ്ട് അത് പതുക്കെ മുഴകളാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ചൂട് കൂടി പോകും. അപ്പോൾ രോഗത്തിൻ്റെ പിന്നിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കാരണങ്ങളാണ്. ഈ കാരണങ്ങൾ ഞങ്ങൾ ദിവസവും ക്ലാസ് എടുത്ത് പഠിപ്പിക്കുകയാണ്. നമ്മുടെ നേച്ചർ ലൈഫിൻ്റെ 7 ചികിത്സാലയങ്ങളിലും ഉച്ചയ്ക്ക് 2 മണി തുടങ്ങി ഡോക്ടർമാർ 1 മണിക്കൂർ ക്ലാസ് എടുക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ ആൾ പഠിച്ചു കഴിഞ്ഞാൽ, കാരണം നമുക്കിവർ വീണ്ടും തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹമില്ല. നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലായിടത്തും എഴുതി വെച്ചേക്കണം, നന്ദി, വീണ്ടും വരരുത്. ജീവിത നിയമങ്ങൾ തെറ്റിച്ച് രോഗികളായി വേറൊരിടത്തും പോവരുത്, ഇങ്ങോട്ടും വരരുത്, സൗഹൃദ സന്ദർശനത്തിന് വരാം. അപ്പം നമുക്ക് ഇവരെ വീണ്ടും വരുത്തി കാശുണ്ടാക്കണം. അല്ലെങ്കിൽ തന്നെ നമ്മളൊരു ആശുപത്രിയിൽ ഒരു ദിവസത്തെ മുറി എടുക്കണമെങ്കിൽ 1500-2000 രൂപ മുറിക്ക് വാടക വരും. ആ ചാർജിൽ നമ്മൾ ഭക്ഷണവും താമസവും ചികിത്സയും ക്ലാസും ഇതെല്ലാം കൊടുക്കുകയാണ്. ഇതുകൂടാതെ ഇവിടെ വേറെ കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കൈനകരിയിലെ ഈ കേന്ദ്രത്തിൽ വൈകുന്നേരം ബോട്ട് സവാരി വരെ ഉണ്ട്. കായലിലെ പേഷ്യൻസ് എല്ലാവരും കൂടെ ആഴ്ചയിൽ ഒരിക്കല് ഈ കുട്ടനാടിന്റെ ഉള്ളറകളിലൂടെ പോയി, അപ്പോഴേക്കും അവരങ്ങനെ റിലാക്സ്ഡ് ആയി. മനസ്സ് ഇതിൽ പലരും തിരിച്ചറിയാത്തൊരു കാര്യം, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ, അത് ജോലിയിൽ നിന്നാവാം, നിങ്ങളുടെ ബന്ധങ്ങളിൽ നിന്നാവാം. നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞായിരിക്കും ടെൻഷൻ റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ് ശരിക്കും വരിക. ആ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് റിലാക്സ് ആവാതെ അത് മാറാൻ പോകുന്നില്ല. കാരണം ഇമോഷണൽ പോയിസൺ ഉണ്ട്, ഇമോഷണൽ ടോക്സിൻസ്. പോയിസൺ എന്ന് പറയാൻ പറ്റില്ല, പോയിസൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആളെ കൊല്ലും. ടോക്സിൻ ആകുമ്പോൾ അത് ഗ്രാജുവലി എവിടെയെങ്കിലുമൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് കിടന്നൊക്കെ ആയിട്ട് ഈ തോട്ട് ടോക്സിൻസ് അത് ന്യൂട്രലൈസ് ചെയ്ത് പോകാൻ ഇത്തിരി സമയമെടുക്കും. അതിന് മനസ്സിനെ റിലാക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ടോക്സിൻ ആണെങ്കിലും ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചിൽ അത് ഫിസിയോളജിക്കൽ ലെവലിൽ അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നീക്കം ചെയ്യേണ്ട ഒരവസ്ഥ കൂടിയുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ രോഗിയുടെ അവസ്ഥ നോക്കിയിട്ട് ചിലപ്പോൾ കുക്കുംബർ ജ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ കുമ്പളങ്ങ ജ്യൂസ് ആയിരിക്കും, അതുമല്ല എങ്കിൽ വാഴപ്പിണ്ടിയുടെ ജ്യൂസ് ആയിരിക്കാം, ചൊരക്കയായിരിക്കും. അപ്പോൾ കിഡ്നി ആയിട്ട് എഫക്റ്റ് ചെയ്തിട്ടുള്ളൊരു പ്രശ്നമാണെങ്കിൽ ചൊരക്കയാണ് അതിൽ ഏറ്റവും കൂടുതൽ. അങ്ങനെയുള്ള ജ്യൂസുകൾ. അതുപോലെ തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ അടുത്ത പേജുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റുകളിലേക്ക് വരും. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും പറയുന്ന കാര്യം യോഗാസനമാണ്. നമ്മളിപ്പം ജേക്കബിൻ്റെ ഏത് കേന്ദ്രത്തിൽ വന്നാലും അവിടെയൊക്കെ യോഗാസനത്തിന് ഒരു സ്പെഷ്യൽ ഒരു സ്ഥലം തന്നെ ഉണ്ടാവും. എന്താണ് യോഗാസനം എന്ന് പറയുന്നത്? നമ്മൾ പലപ്പോഴും ഇപ്പം വലിയ നടുവേനോ അല്ലെങ്കിൽ ഡിസ്ക് ഇഷ്യൂസോ ഒക്കെ ഉള്ളവർക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. എന്താണ് അതിൻ്റെ പ്രാധാന്യം? നമ്മൾ നേച്ചർ ലൈഫിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹാർട്ട് പേഷ്യൻറ്റിനും ചെയ്യാവുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള യോഗകൾ, റിലാക്സേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എയർ പ്രാണായാമം പോലുള്ള വായു ശ്വസനക്രിയകൾ അങ്ങനെയുള്ളതിലേക്കേ ഉള്ളൂ. പിന്നെ അഡ്വാൻസ് ആയിട്ട് യോഗ ചെയ്യേണ്ടവരാണെങ്കിൽ നമ്മൾ അതിനുള്ള അഡ്വൈസ് അവർക്ക് വേറെ കൊടുക്കും. അപ്പോൾ ഈ യോഗയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് ശ്വസന നിയന്ത്രണം അതിൽ വരുന്നുണ്ട്. സാധാരണ ആളുകളുടെ ശ്വസനം എന്ന് പറഞ്ഞാൽ വളരെ ഷാലോയാണ്. അപ്പോൾ ശ്വാസകോശത്തിൻ്റെ ഉള്ളറകളിലേക്ക് വായു കയറിയാലല്ലാതെ
ഈ വൈറ്റൽ എനർജി, ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രിസിറ്റി, ആ ഇലക്ട്രിസിറ്റിയൊക്കെ നേരെയാകണമെങ്കിൽ ശരിയായിട്ടുള്ളൊരു ശ്വസനം വേണം. അതേപോലെ ഇപ്പോൾ പാൻക്രിയാസിന് പ്രയാസമുള്ളതുകൊണ്ടാണല്ലോ പ്രമേഹം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത്. അത് കരളിൻ്റെ കൂടി അതിൽ കുഴപ്പമുണ്ട്. അപ്പോൾ ഈ 2 അവയവങ്ങൾക്കും പ്രത്യേകമായിട്ട് ശ്രദ്ധ നൽകുന്ന, ഓക്സിജൻ നൽകുന്ന, പോഷകങ്ങൾ നൽകുന്ന തരത്തിലുള്ള പോസുകളുണ്ട്, എക്സസൈസ് നൽകുന്ന പോസുകളുണ്ട്. ഇപ്പോൾ കാലുകൾ മടക്കി വജ്രാസനം, ഈ ഇസ്ലാമിക നിസ്കാരത്തിൽ വജ്രാസനത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ അതിൽ അല്പം കൂടെ വ്യത്യാസം, കുറേയും കൂടെ ഡീപ്പാണ് യോഗയിൽ വരുമ്പോൾ. ഈ വജ്രാസനത്തിൻ്റെ പ്രത്യേകത, ആഹാരം കഴിഞ്ഞൊരു 5 മിനിറ്റ് അതിലിരിക്കാമെങ്കിൽ പ്രമേഹം വരാനുള്ള സാധ്യത തീരെ കുറവാണ്. ഡൈജസ്റ്റീവ് അരക്കെട്ടിന് വജ്രത്തിൻ്റെ ബലം നൽകുന്നതെന്നുള്ള രീതിയിലാണ്. അത് ഈ യോഗ ചെയ്യാത്ത ആളുകൾക്ക് ഇത് മനസ്സിലാവത്തില്ല. ഒരു 10 ദിവസം ഒരു സിമ്പിൾ യോഗ, ഇപ്പോൾ സൂര്യ നമസ്കാരം, മേരുദണ്ഡാസനം, അങ്ങനെയുള്ള യോഗ ചെയ്ത് കഴിയുമ്പോൾ ആ ശരീരത്തിനുണ്ടാകുന്നൊരു വ്യത്യാസമുണ്ട്. മാംസപേശികൾക്കും ഒന്ന് ദിവസവും 5 മിനിറ്റെങ്കിലും ചലിക്കാത്ത ഒരവയവഭാഗത്തിന് ശരീരം ശക്തി കൊടുക്കില്ല, നോർമൽ ബലം കൊടുക്കുകയുള്ളൂ. നിങ്ങൾ ഓട്ടക്കാരനാണെങ്കിൽ കാലിലെ മസിലുകൾക്ക് ആ കരുത്ത് കൂടുതൽ കൊടുക്കും. ഇത് കൈയെടുത്ത് വെക്കുന്ന കൊല്ലനാണെങ്കിൽ കൈക്ക് കൂടുതൽ ബലം. അത് പണി ചെയ്യുന്നില്ലെങ്കിൽ അത് പിൻവലിക്കും. അപ്പോൾ ഈ യോഗയിലൂടെ നമുക്ക് ശരീരത്തിന് അത്യാവശ്യമുള്ള വ്യായാമം മറ്റൊരു വ്യായാമത്തിനും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്നർ ഓർഗൻസിന് ശ്രദ്ധ, ശ്രമം, വിശ്രമം, ശ്രമം, വിശ്രമം. ഈ ഒരു ട്യൂണിങ്ങിലല്ല ജിമ്മെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കസരത്തെടുത്ത് വേർത്ത് കുളിച്ച് പ്രോട്ടീൻ പൗഡർ കഴിച്ച് ഇങ്ങനെ ഒരു ആക്രാന്തം പിടിച്ച രീതിയാണ്. ഇത് ശ്രമം, വിശ്രമം, മനസ്സും ശരീരവും ഒക്കെ ശാന്തമാകുക, അങ്ങനെയുള്ള നിരവധി മെച്ചങ്ങൾ അതിൽ വരുന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് തൊണ്ടയുടെ ഒരു കാര്യമാണ്, ത്രോട്ട് വാഷ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ചിലപ്പം നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യാറുണ്ട്, ടോൺസിലൈറ്റ്സ് വരുമ്പോഴത്തേക്കും ചെയ്യാറുണ്ട്. അത് നമ്മൾ ഈ പ്രകൃതിയുടെ ഭാഗമാണ് അതല്ലേ? അതിൽ ഈ അഴുക്ക് നീക്കം ചെയ്യുക, ശരീരം ശുദ്ധീകരിക്കുക എന്നുള്ളതാണെന്ന്. അപ്പോൾ കഴിയുന്നത്ര അവയവങ്ങളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഓയിൽ പുള്ളിങ് ചെയ്യാറുണ്ട്. ആ ഓയിൽ കുറച്ച് നേരം പിടിച്ച് നമ്മൾ കുലുക്കൊഴിച്ച് തുപ്പി നമ്മുടെ തൊണ്ടയിലെ ടോൺസിൽ ശുദ്ധീകരിക്കാൻ നല്ലൊരു സാധനം. അതുപോലെ ഉപ്പുവെള്ളം ചെയ്തിട്ടുള്ള ഗാർഗിളിങ്, അത് ചിലർക്ക് ഒരു നേരം മതിയാവും, ചിലർക്ക് 5 നേരം ചെയ്യണം. അതെന്തെങ്കിലും അസുഖം വരുമ്പോൾ ചെയ്യേണ്ടതാണോ? അത് നമ്മൾ ഡെയിലി ചെയ്താലും കുഴപ്പമില്ല? എന്താണ് ഡെയിലി ചെയ്താൽ ഇപ്പോൾ ശബ്ദം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ, അപ്പോൾ അതെ അതെ ഞാനും ഇപ്പോൾ നാക്കുകൊണ്ട് ഇരപിടിക്കുന്ന ഒരു ജീവി എന്ന് വേണമെങ്കിൽ ആ ഗണത്തിൽ എന്നെയും പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ തൊണ്ട എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സൗണ്ടിൻ്റെ ക്ലാരിറ്റിക്ക് ഡെയിലി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി യോഗയിലാണെങ്കിൽ വിപരീതകരണി സർവാംഗാസനം എന്ന് പറഞ്ഞ് നമ്മൾ കഴുത്ത് നേരെ, കാല് നേരെ ഉയർത്തി നടുവിൻ്റെ ഭാഗത്ത് കൈയെത്തി, അപ്പോൾ തലയും ഷോൾഡറിൻ്റെ ഭാഗം മാത്രമാണ് നിലത്ത് മുട്ടുക, നേരെ പൊങ്ങി നിൽക്കുകയാണ്. ഈ രക്തം മുഴുവൻ അരച്ച് നമ്മുടെ കഴുത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗങ്ങൾ തലയ്ക്കൊക്കെ കിട്ടുമ്പോൾ അഡീഷണൽ ഓക്സിജൻ, അഡീഷണൽ ന്യൂട്രിയൻസ് ആണ് ഇവയ്ക്ക് കിട്ടുന്നത്. അത് ഭയങ്കരമായിട്ട് ഇതിനെ ഉണർത്തും. ഈ അഡീഷണൽ ഓക്സിജനും വരാൻ നേരത്ത് മങ്ങിപ്പോകുന്ന പല ഓർഗനും കൂടുതലൊന്ന് ശരിയായ പൊസിഷനിലേക്ക് വരാനായിട്ടൊരു മെച്ചവും കൂടി അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ തൈറോയിഡിൻ്റെ തകരാറുള്ളവർ, ടോൺസിൽ തകരാറുള്ളവർ, ശബ്ദത്തിന് തകരാറുള്ളവർക്കൊക്കെ പല ഗുണങ്ങളും കിട്ടുന്നതാണ് ഈ ത്രോട്ട് വാഷ്. ഈ ഉണങ്ങിയിരിക്കുന്ന കഫം പലരും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് കാണാം. പിന്നെ അസ്വസ്ഥത തോന്നുമ്പോൾ അവർ ചായ എടുത്ത് കുടിക്കും. അപ്പോൾ ആ ചൂട് ചെല്ലുമ്പോൾ ഒരു ആശ്വാസം കിട്ടും, ചൂട് ചെല്ലുമ്പോൾ ഒന്ന് വികസിക്കുമല്ലോ. ആ വികസനമാണ് നമ്മൾ പല ട്രീറ്റ്മെൻറ്റിലും, അതിനെ വാസോ ഡൈലേഷൻ എന്ന് പറയും. അതിന് അവർക്ക് മരുന്നുകൾ കൊടുക്കാനുണ്ട്, വാസോ കൺസ്ട്രക്ഷൻ വരുത്താൻ. ആ കൺസ്ട്രക്ഷൻ വരുത്താൻ നമുക്ക് തണുപ്പ് വെച്ചാൽ മതി. വാസോ ഡൈലേഷനാണ് വേണ്ടതെങ്കിൽ ചൂട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതിൽ പറയുന്ന പല ചികിത്സകളും ഈ കോമൺ സെൻസ് ആണ്, അല്ലെങ്കിൽ ഈ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ട്രൂത്താണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ പഴയ കാലത്ത് ഇതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, ഇതേ ചെയ്തുകൊണ്ട് നൂറ്റാണ്ടുകളായിട്ട്. ഇപ്പോൾ ഒരു 50 കൊല്ലമല്ലേ ആയിട്ടുള്ള ഈ കെമിക്കൽ ഇട്ട് കൊടുത്തും ഗുളിക അല്ലെങ്കിൽ ഗുസ്തി പിടിച്ചിട്ട് ശരീരമായിട്ട്. ഇപ്പോൾ ഈ കഴിക്കണ ഗുളിക ഇത്തിരി വെള്ളത്തിൽ ചാലിച്ച് കവിളിലൊന്ന് വരട്ടിയാൽ എന്ത് പറ്റും? ഇത് വയറ്റി കിടന്നാൽ ആലോചിക്കണ്ടേ മനുഷ്യർ? ഇത് വയറ്റി കിടന്നാൽ എങ്ങനെയാ വയറ് തുളഞ്ഞ അൾസർ പിടിച്ച ആൾ വരികയാണ്. ചില മരുന്നുകൾ ചെറുകുടലിൽ ചെന്നിട്ട് ലയിക്കുന്നതുണ്ട്, അത് കഴിച്ച് അൾസറേറ്റീവ് കൊളൈറ്റിസ് പിടിക്കുകയാണ്. കാരണം ഈ സ്റ്റൊമക്കിൻ്റെ ലൈനിങ് മെംബ്രെയിൻ, മ്യൂക്കസ് മെംബ്രെയിനൊക്കെ മഴയത്ത് മണ്ണൊലിച്ചു പോകുന്ന പോലെ ഒലിച്ചു പോവുകയാണ്. ഈ പനി മരുന്ന്, വേദനാസംഹാരി, ആസിഡിറ്റി മരുന്നുകൾ, അതിനൊക്കെ പകരം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ശരീരത്തിന് ഒരു ദോഷവും വരുത്താത്ത
പരിഹാരങ്ങളുണ്ട്. പക്ഷെ ആ പരിഹാരങ്ങൾ ലാഭകരമല്ല എന്നുള്ളത് കൊണ്ട് ഒരു മെഡിക്കൽ ഇൻഡസ്ട്രി അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തായിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് നോസ് വാഷ്, മറ്റൊന്ന് ഐ വാഷ്. ഈ നോസ് വാഷ് എന്ന് പറയുന്നത് നമ്മൾ ഉപ്പുവെള്ളം, ചെറിയ ഉപ്പുവെള്ളം അതിലൊരു പാത്രമുണ്ട്, അതെടുത്ത് നമ്മൾ വെക്കുമ്പോൾ ഈ സൈനസ് നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കഫമാണല്ലോ കുട്ടികൾക്കെല്ലാം ആദ്യം തുടങ്ങുന്ന അസുഖം. ഈ കഫം കെട്ടിക്കിടന്നിട്ട് കാരണം ചീറ്റിക്കളയാൻ സമ്മതിക്കുകയല്ല. ജലദോഷം വരുമ്പോൾ ഉടനെ ആൻറ്റിബയോട്ടിക്കോ അങ്കിൾ ബയോട്ടിക്കോ എടുത്ത് കഴിച്ചാൽ ഉടൻ നിർത്തിക്കുകയാണ്. വൈറൽ ഇൻഫെക്ഷൻ അല്ലേ? ഈ വൈറൽ ഇൻഫെക്ഷന് ബാക്ടീരിയ ബയോട്ടിക് കൊടുക്കണോ ഡോക്ടർമാരെ കുറിച്ച്? അവരുടെ ശാസ്ത്രത്തെക്കുറിച്ച് എന്താ പറയുക? വൈറസിന് മരുന്നില്ലാത്തതുകൊണ്ട് എന്നാൽ ബാക്ടീരിയയുടെ മരുന്നെടുത്തോ എന്ന് പറയുമ്പോൾ ഇതൊന്നും ആവശ്യമില്ല. ഈ കഫം അവിടെ കെട്ടിയിരുന്നാൽ ആ കെട്ടിക്കിടക്കുന്ന അഴുക്കിലാണ് അണുക്കൾ പെരുകുക. അപ്പോൾ നമ്മൾ പറയുന്ന അണുക്കളില്ലാന്നോ ഒന്നുമല്ല. അണുക്കളല്ല രോഗം ഉണ്ടാക്കുന്നത്. അണുക്കൾക്ക് അവിടെ വളരാനും പത്തോളജിക്കൽ സ്റ്റേജിലേക്ക് മാറാനുമുള്ളൊരു സാഹചര്യം കെട്ടിക്കിടക്കുന്ന അഴുക്ക്. പലതരത്തിലുള്ള മാലിന്യങ്ങൾ ശരീരത്തിൽ വരും. ബയോളജിക്കലായിട്ടുള്ള മാലിന്യങ്ങൾ വരാം, കെമിക്കലായിട്ടുള്ള മാലിന്യങ്ങൾ വരാം. കെമിക്കലായിട്ടുള്ള മാലിന്യങ്ങളാണെങ്കിൽ മുഴകളായിട്ടാണ് കൂടുതൽ ശരീരം ഉണ്ടാക്കുക. അപ്പോൾ അതെല്ലാം ഈ ചാലുകൾ ക്ലീൻ ആക്കുക. ചെറിയൊരു ചൂട് ഉപ്പുള്ളതുകൊണ്ട് ഈ സൈനസിൽ കെട്ടിയിരിക്കുന്ന കഫമൊക്കെ പതുക്കെ ഇളകി പോന്ന് നമ്മൾ വാസ്തവത്തിൽ ജലദോഷം ഉണ്ടാക്കുക എന്ന് കരുതി ഇവിടെ വന്ന് ഇത് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ജലദോഷത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല താനും. ആ സമയത്ത് തന്നെ അതങ്ങ് ക്ലീൻ ചെയ്ത് പോവുകയും ചെയ്യാം. വർഷങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മൈഗ്രെയിൻ, തലവേദന മാറ്റാൻ അങ്ങനെ ഈ നോസ് വാഷ് കൊണ്ട് വലിയ മെച്ചങ്ങൾ. നോസ് വാഷിന് ഒരു മൂക്കിലേക്ക് നമ്മൾ ഉപ്പുവെള്ളം ഒഴിച്ചിട്ട് ഇതുവഴി ഈ മൂക്ക് നമ്മളൊന്നും ചെയ്യണ്ട. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്കത് പ്രയാസമാണ്. അയ്യോ എന്ന് പറഞ്ഞ് പേടി തോന്നും. കൊച്ചു കുട്ടികൾ, പ്രായം ചെന്ന ഈ അമ്മമാരൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. അത് നമ്മൾ കൂടെ നിന്നവരെ പഠിപ്പിക്കുന്നുണ്ട്. അത് വെറുതെ വെച്ച് ശ്വാസം എടുക്കാതിരുന്നാൽ മറ്റു മൂക്കിൽ തന്നെ വന്നു. ആദ്യത്തെ ഒരു പരിഭ്രമം മാറിക്കഴിഞ്ഞാൽ അത് പേടി മാത്രമാണ്. ശീലിക്കാത്തത് കൊണ്ടുള്ള കുഴപ്പം. അതുകൊണ്ടാണ് 2 ആഴ്ച ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പോയി നിന്ന് ഇതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും. സൈക്കിളിലോട്ട് ഓടിക്കണ പോലെയാണ്. സൈക്കിളിലോട്ട് കാണുമ്പോൾ കുഴപ്പമില്ല, കയറി ഇരുന്ന് ചവിട്ടാൻ നോക്കുമ്പോൾ അപ്പുറത്തേക്ക് കുറഞ്ഞു വീഴും. അപ്പോൾ നമുക്കൊരു സഹായം ആവശ്യമാണ്. കുറച്ച് നേരം അയാൾ പിടിച്ചുകൊണ്ടൊക്കെ നടന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് നേരെ പോകാൻ കഴിയും. ബാലൻസ് ഒരിക്കൽ കിട്ടിയാൽ പിന്നെ സൈക്കിളിൽ നിന്ന് വീഴാനാണ് പ്രയാസം. നീന്തൽ അതുപോലെയാണ്. അതുപോലെ ഒന്ന് 2 ആഴ്ച നിന്നാൽ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഐ വാഷ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കണ്ണിൽ നിന്ന് കരട് പോയാൽ കണ്ണ് കഴുകുമെന്ന് പറയുന്നതല്ലാതെ പിന്നെന്താണ് പ്രാധാന്യം ഐ വാഷിൻ്റെ? ഐ വാഷിൻ്റെ ഒന്ന്, ഈ ആളുകൾ നമ്മുടെ നാട്ടിൽ വെള്ളം കൂടി കുറവാണ്. കുടിക്കുന്ന ആൾ തന്നെ ശരിക്കല്ല കുടിക്കുന്നത്, നേരത്തെ പറഞ്ഞല്ലോ. ഈ കണ്ണിനാണ് വെള്ളം കുറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദ്യം പ്രയാസം വരുന്ന ഒരു അവയവം കണ്ണാണ്. അപ്പോൾ കണ്ണിനെ ഒന്ന് തണുപ്പിച്ചു കൊടുക്കുക. ശരീരത്തിൻ്റെ ചൂട്, ആ ചൂടൊന്നും കണ്ണിന് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് സകല നേരത്ത് ഇത് ഈർപ്പം നിലനിർത്തുന്നത്, ചൂടിലേക്ക് പോകാതിരിക്കാനായിട്ടാണ്. അപ്പോൾ ഈ ഐ ക്യാപ്പിൽ നമ്മൾ കണ്ണിൻ്റെ ഷേപ്പിൽ തന്നെയുള്ള എടുത്ത് ചെയ്യുന്നതിലൂടെ കണ്ണിലെ നാഡീഞരമ്പുകൾ തണുക്കുക മാത്രമല്ല അതിൻ്റെ ക്ലീനിങ്. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇവിടെ എല്ലാം പീളാന്ന് പറയുന്നൊരു സാധനമുണ്ട്. കണ്ണ് ക്ലീൻ ചെയ്യുന്നതാണ് സ്വയം. അത്തരത്തിലുള്ള ക്ലീനിങ്ങിന് കുറച്ചുകൂടെ കണ്ണിന് ഇട കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഒരുമാതിരിയുള്ള കാഴ്ച പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ അന്തരീക്ഷ മലിനീകരണം. നമ്മൾ ഒരു ബൈക്കൊക്കെ ഓടിച്ചു വന്നു കഴിഞ്ഞാൽ മുടിയിൽ നിന്ന് ഇങ്ങനെ കരി പോകുന്നത് കുളിക്കുമ്പോൾ കാണാം. ആ കരി അതേപോലെ തന്നെ കണ്ണിലും പിടിക്കുന്നുണ്ട്. അതിൽ ഫൈൻ ഡസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും കൂർത്ത മുനയുള്ളതും തടഞ്ഞിരിക്കാൻ കഴിവുള്ളതുമാണ്. അപ്പോൾ ഇതിൽ വയ്ക്കുമ്പോൾ അങ്ങനെയുള്ള വേസ്റ്റും എല്ലാം തന്നെ പോയി കിട്ടുന്നുണ്ട്. അടുത്തായിട്ട് എനിമ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ നമ്മുടെ ചികിത്സാ രീതിയിലുള്ളതാണ്. ഇപ്പോൾ ആയുർവേദത്തിൽ പോലും എല്ലാ ചികിത്സ കഴിഞ്ഞ അവസാനം ഒരു എനിമ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. എന്താ പറഞ്ഞാൽ അതോ ഇവിടെ നമുക്ക് വസ്തി നമുക്ക് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. 1.5 ലിറ്റർ വെള്ളമൊക്കെ കയറ്റുന്ന രീതിയിലുള്ള ഇത് നമുക്ക് 6 ഔൺസ് വെള്ളം അത്രേ വരുന്നുള്ളൂ. അത് വായ ഒന്ന് കഴുകുന്ന പോലെ മലദ്വാരത്തിൻ്റെ അറ്റത്ത് അഗ്രഭാഗത്ത് ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന മലം ആദ്യം പോകും. പിന്നെ ഈ മോഷൻ സ്മൂത്തായിട്ട് കെട്ടിക്കിടക്കുന്നത് പതുക്കെ നമ്മൾ 2 ആഴ്ച കൊണ്ട് ചില പേഷ്യൻസിന് നമ്മൾ 2 നേരം ചെയ്യിക്കും, ചിലർക്ക് 1 നേരം മതിയാവും. അങ്ങനെ ആ വൻകുടൽ മുഴുവൻ മലാശയം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ശരീരത്തിനുണ്ടാകുന്നൊരു ആശ്വാസം എന്ന് പറയുന്നത് അത് ചെയ്ത് മാത്രമേ. ഈ കാര്യങ്ങൾ പ്രകൃതിയിൽ ചെയ്യുന്നതെല്ലാം വളരെ നിസ്സാരമാണ്. അയ്യേ ഇത് ചെയ്ത് എന്ത് ഗുണമുണ്ടാവുമെന്ന് തോന്നും. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുമല്ല 1-2 കാര്യമല്ലല്ലേ ചെയ്യുന്നത്. ചെറിയ 10-15 കാര്യങ്ങൾ
പൂർണ്ണ വിശ്രമത്തിൽ ചെയ്യണം. ആ. ഓടി നടക്കുന്ന വണ്ടിക്ക് റിപ്പയർ ചെയ്താൽ ഭരിക്കുമല്ലോ. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് ഓടിക്കും, താൻ അടിയിൽ കിടന്ന് വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ മെക്കാനിക്ക് വലഞ്ഞു പോകും. ആ തരത്തിലുള്ള സൂത്രപ്പണികളാണ് ഈ ആശുപത്രികളിൽ മുഴുവൻ നടക്കുന്നത്. നമ്മൾ പൂർണ്ണ വിശ്രമത്തിൽ കിടക്കണം. ശരീരത്തിന് അജിറ്റേഷൻ ഉണ്ടാക്കരുത്. കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ, ദുസ്സഹമായ ഗന്ധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ അജിറ്റേഷനാണ് ഉണ്ടാകുന്നത്, പ്രകോപനമാണ് ഉണ്ടാകുന്നത്. അതിന് പകരം ശരീരത്തെ ശാന്തമാക്കി തളർത്തി വിശ്രമാവസ്ഥയിൽ എന്ന് വെച്ചാൽ റെസ്റ്റിംഗ് മോഡിലേക്ക് ശരീരത്തെ കൊണ്ടുവരണം. ആ റെസ്റ്റിംഗ് മോഡിൽ ശരീരത്തിന് ക്ലെൻസിങ് നടക്കാനായിട്ട് പൂർണ്ണ ശരീരത്തിൻ്റെ എനർജി, ഇപ്പോൾ ഒരു 2000 കലോറിയാണുള്ളതെങ്കിൽ അല്ലെങ്കിൽ ഒരു 100 യൂണിറ്റ് എനർജി ഉണ്ടെന്ന് വയ്ക്കുക. അതിലൊരു 30-40% ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പ്രവർത്തനത്തിന് തന്നെ വേണം. നമുക്ക് പുറത്ത് ജോലി ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് 30 തുടങ്ങി 40% മറ്റൊരു എനർജിയാണ്. ബാക്കിയുള്ളത് ഒരു 40% നമുക്ക് തെർമൽ ഇഫക്റ്റിന് വേണ്ടിയിട്ടും ഡൈജഷന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ മറ്റു ജോലികൾ ചെയ്യാതെ ഏറ്റവും ലളിതമായ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് ദഹിക്കാവുന്ന ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിൽ മറ്റു ജോലികളൊന്നും ചെയ്യുന്നതില്ല. അപ്പോൾ ഈ ഔട്ട്സൈഡിൽ ഉപയോഗിക്കേണ്ട പെരിഫറൽ ഓർഗൻസിൽ ഉപയോഗിക്കേണ്ട എനർജിയും ഡൈജഷന് വേണ്ടി ഉപയോഗിക്കേണ്ട എനർജി എല്ലാം ശരീരത്തിന് തന്നെ ഉള്ളിലേക്ക് കിട്ടും. അപ്പോൾ റിപ്പയറിങ്ങിനുള്ള മോഡിലേക്ക് വരും. ആ റിപ്പയറിങ് മോഡ് കഴിഞ്ഞാൽ ശരീരത്തെ വീണ്ടും എനർജൈസിങ് മോഡിലേക്ക് വരുത്തണം. അപ്പം അതിനുള്ള സമയമൊന്നും നമുക്കിപ്പോൾ ആളുകൾക്ക് തരാനുണ്ടാവില്ല. നമ്മളതുകൊണ്ട് ഒരു 2 ആഴ്ച മതി എന്ന് പറയും. 2 ആഴ്ച. പിന്നെ രോഗം അനുസരിച്ച് ചിലർക്ക് 3 ആഴ്ച, ചിലർക്ക് 1 മാസം. അതാണ്. അതിനിടയിലാണ് നമ്മൾ ഈ എനിമയൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ക്ലീനിങ്, ശരീരം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അഴുക്ക് നിറഞ്ഞ ശരീരത്തിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ് ഇനി വരുന്നത്. മലബന്ധം, ഗ്യാസ് ട്രബിൾ, ദഹനക്കേട്, നെഞ്ചരിച്ചിൽ, അസിഡിറ്റി, അൾസർ, നടുവേദന, പൈൽസ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള IT-യിലൊക്കെ ജോലി ചെയ്യുന്നവരെല്ലാം ഇരുന്നിരുന്നുള്ള പ്രശ്നങ്ങൾ. അതിന് പറയുന്നൊരു സംഭവമാണ് ഈ വെറ്റ് പാക്ക് എന്ന് പറയുന്നത്. വെറ്റ് പാക്ക് മാത്രമല്ല, ആ വെറ്റ് പാക്കും അതോടൊപ്പം അതിൻ്റെ പുറകിൽ നമുക്ക് ഹിപ്പ് ബാത്ത് ഉണ്ട്. വെള്ളത്തിൽ കാലുകൾ പുറത്തിട്ടുള്ള ഒരു ഇരിപ്പാണ്. അപ്പോൾ അതിന് കുറച്ച് നിയമങ്ങൾ, ചിട്ടകളൊക്കെ ഉണ്ട്. സമയമുണ്ട്. തലയിൽ നനഞ്ഞ തുണി വയ്ക്കുക തുടങ്ങിയിട്ട് അതിൽ ആ തണുപ്പ് അവിടെ ചെല്ലുമ്പോൾ തണുക്കുന്ന ഭാഗത്തിന് ചൂട് കൊടുക്കണമല്ലോ. ശരീരത്തിൻ്റെ നിയമം അതാണ്. ശരീരത്തിൻ്റെ മിനിമം ടെമ്പറേച്ചർ നിൽക്കണം. മൊത്തം ശരീരത്തിൻ്റെ കാല് നനഞ്ഞിട്ടില്ല, മറ്റു ഭാഗങ്ങൾ അവിടെ നിന്നെല്ലാം രക്തം അങ്ങോട്ട് ചെല്ലും. രക്തം ചെല്ലുക എന്ന് പറഞ്ഞാൽ മോർ ഓക്സിജൻ, മോർ ന്യൂട്രിയൻസ് എന്നുള്ള കൂടി അർത്ഥമുണ്ട്. അപ്പോൾ അത് വെറും എന്താണ് അതിലുള്ള പാക്കിൽ? നമുക്ക് വേറെ ഒന്നുമില്ല. നനഞ്ഞ വയ്ക്കുക. അപ്പോൾ വയ്ക്കാൻ പാടുള്ള സമയമുണ്ട്, വയ്ക്കാൻ പാടില്ലാത്തവരുണ്ട്. അപ്പോൾ അതൊരു ആ രോഗിയുടെ ഒരു അവസ്ഥ. ഇപ്പോൾ ജീവശക്തി കുറഞ്ഞൊരു രോഗിയാണെങ്കിൽ ഈ വെള്ളം നമ്മളങ്ങനെ വെള്ളത്തിൽ ഉപയോഗിക്കുകയല്ല. ചില രോഗികളെ നമ്മൾ ചൂടുവെള്ളത്തിലാണ് ഇരുത്തുക, ചിലരെ പച്ചവെള്ളത്തിൽ തന്നെ ഇരുത്തും. ചിലർക്ക് നമ്മൾ അല്പം തണുപ്പൂടെ ഐസ് വാട്ടർ കൊടുത്തു എന്നും വരും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അടിവയറാണ്, ഉദരമാണ് രോഗത്തിൻ്റെ മുഴുവനും കേന്ദ്രം, തലസ്ഥാനം അതാണ്. അപ്പോൾ പല ഭക്ഷണ സാധനങ്ങളും സ്വെല്ലിങ് ഉണ്ടാക്കുന്ന, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളുണ്ട്. അത് വർഷങ്ങളായിട്ട് ഈ ഇൻഫ്ലമേഷൻ വന്ന് ഇത് അറിയാണ്ടാണ് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത്. കാരണം ബൈജുവിൻ്റെ ഭക്ഷണമല്ല എനിക്ക് ദഹിക്കാവുന്ന ഭക്ഷണം, എനിക്ക് ദഹിക്കുന്ന ഭക്ഷണം ബൈജുവിന് ദഹിക്കണമെന്നില്ല. ആളുകളുടെ വിചാരം ഭക്ഷണം എന്ന് പറഞ്ഞ് ഈ കടകളിൽ കാണുന്ന എല്ലാ സാധനവും എനിക്കും തിന്നാൻ പറ്റുന്നതാണ് എന്നുള്ളൊരു ധാരണയുണ്ട്. അങ്ങനെയല്ല. കാലാവസ്ഥ അനുസരിച്ച്, ഭൂപ്രകൃതി അനുസരിച്ച്, നമ്മുടെ ജനിതക ഘടന അനുസരിച്ച്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ച് വയറ് നാശമായിരിക്കുന്ന ഒരാൾ എന്ത് ഭക്ഷണം കഴിക്കുക, എല്ലാ ഭക്ഷണം എടുത്ത് കഴിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഭക്ഷണ ക്രമീകരണം കൂടി, ഏറ്റവും ലൈറ്റായിട്ടുള്ള ഭക്ഷണ ക്രമീകരണത്തിൽ ഈ അല്ലാത്ത ഭക്ഷണത്തിൽ നിന്നുണ്ടായ പൈൽസ്, അതിൽ കോൺസ്റ്റൻ്റായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണപാനീയങ്ങൾ കഴിച്ചുണ്ടാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അത്യുഷ്ണമായിരിക്കും ഈ അരക്കെട്ടിനുണ്ടാവുക. അതുകൊണ്ടാണ് ഈ സ്ത്രീകൾ ഈ യൂട്രസിൻ്റെ പ്രശ്നങ്ങൾ, ഹീറ്റ് ഫ്ലാഷ് എന്ന് പറയുന്ന തരത്തിലുള്ള അത്ഭുതകരമായ, അത്ഭുതം എന്നുള്ള വാക്ക് നമുക്ക് പ്രകൃതിയിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല, അത്ഭുതമൊന്നുമില്ല ഇതിൽ. പക്ഷേ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റമാണ് വന്ന് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഈ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ, കുട്ടികളുണ്ടാകാത്ത അവസ്ഥ. ഇപ്പോൾ ഒരു പുരുഷന് വയറൊക്കെ വന്ന് കൂടി, ചൂട് കൂടി, ഗ്യാസ് ട്രബിളും മലബന്ധമൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കുട്ടികളുണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കുറവാണ് അവിടെ. പ്രത്യേകിച്ച് അയഡിൻ ഉപ്പും കൂടെ കഴിക്കുകയാണെങ്കിൽ അയഡിൻ്റെ ദോഷഫലം ഇമ്പോർട്ടൻസിയും തൈറോയിഡ് ഇഷ്യൂസുമാണ്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ആകുമ്പോൾ ചൂട് വളരെ കൂടുതലായിരിക്കും. ഈ അത്യുഷ്ണം ബീജങ്ങളെ കൊല്ലും, ബീജങ്ങൾക്ക് സർവ് ചെയ്യാൻ പറ്റുക.
അപ്പം അവിടെയെല്ലാം നമുക്ക് ഈ ഹിബാത്ത് എന്ന് പറയുന്നത് വളരെ ഗുണം. അതുകൊണ്ടാണല്ലോ ഒരിടത്തും മാറാത്ത പൈൽസ്, ഓപ്പറേഷൻ വേണമെന്ന് പറയുന്ന പൈൽസ് നമ്മളുടെ അടുത്ത് വന്ന് 2-3 ആഴ്ച നിന്ന് നല്ല വ്യത്യാസമായിട്ട്, മുഴുവൻ മാറിയിട്ടല്ല, നല്ല വ്യത്യാസം. ഈ ലൈനിൽ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗം മാറിക്കിട്ടും. അങ്ങനെ പോകാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് സ്പൈനൽ ബാത്താണ്. സ്പൈനൽ ബാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഇത് കാണുന്ന പടത്തിൽ ഇങ്ങനെയാണ്, ഒരു വെള്ളം നിറച്ച ഒരു ഇതിൽ ബാറ്റം പോലെ 1.5 ഇഞ്ച് വെള്ളമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത്രേ ഉള്ളൂ. കാരണം ആ സ്പൈനൽ കോഡ് അത് മാത്രമാണ് അവിടെ തണുക്കേണ്ടത്. ബാക്കിയുള്ള അടുത്തു നിന്നെല്ലാം രക്തം അവിടേക്ക് ചെല്ലണം. സ്പൈനൽ ഇഞ്ചുറി, ബൾജിങ്, L4 L5 ഒക്കെ ഇടിച്ചു നിൽക്കുന്നു എന്നൊക്കെ എന്റെ പ്രശ്നങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ വന്ന് കുറെ നാളായല്ലോ ഞാൻ പറയണത്. ഞാൻ ഓരോ തവണ ജേക്കബിനെ ഇന്റർവ്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ആവേശഭരിതനായിട്ട് ഞാൻ വരുമെന്ന് പറയും. വീണ്ടും ഇവിടുന്ന് പോയി 1 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും വീണ്ടും മറന്നു. ഇപ്പൊ ഫാറ്റി ലിവർ ഉണ്ട്. ഫാറ്റി ലിവർ പിടിച്ചിട്ടുണ്ട്. ഞാൻ 24 ചാനലിലിരുന്ന് കഴിഞ്ഞ തമ്മിൽ പരിപാടിക്ക് ജനുവരി മാസത്തിലായിരുന്നു. കാഴ്ച ഇരിക്കുന്ന കുട്ടികളെ നോക്കിയിട്ട് മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞാണ്. നിങ്ങൾ ഈ മേക്കപ്പ് എല്ലാം ഉള്ളിലൂടെ വരുന്നൊരു വ്യത്യാസം വരണമല്ലോ ശരീരത്തിന്, ഉള്ളിലൂടെ നടക്കുന്ന ഒരു തേജസ്. അപ്പോൾ ഒരു കുട്ടി നോക്കിയിട്ട് നിങ്ങൾ അച്ചാറിൻ്റെ ആശാട്ടിയാണ്, ഇപ്പുറത്തിരിക്കുന്നത് വറുത്ത ഭക്ഷണം, വറുത്തതിനോട് മറ്റൊരാൾ നോക്കിയിട്ട് ഞാൻ ബേക്കറി, പഞ്ചസാര, ഐസ്ക്രീമിൻ്റെ ഇവരൊക്കെ സമ്മതിച്ചു. ജോത്സ്യം വശമുണ്ടല്ലേ? ജോത്സ്യം അല്ല, അത് ആ രീതിയിലാണ് അവിടെ പലരും എടുത്തത്. അല്ല, എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറയാൻ കാരണം ഞാൻ വലിയ കള്ളുടിയെന്നല്ല, കുടിക്കാറില്ലെന്നല്ല, പക്ഷെ കള്ളുടി വലിയ കുടിയെന്നല്ല. അപ്പോൾ നിങ്ങൾ നല്ല കാലത്തും കഴിക്കുന്ന ഒരു പാരാസിറ്റമോൾ മതി നിങ്ങളുടെ ലിവറിന് ഫാറ്റി അബ്സോർപ്ഷൻ്റെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് മാറ്റി ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അതെങ്ങനെയാണ് ജേക്കബിൻ ഇപ്പം എന്നെ കണ്ടപ്പോൾ അങ്ങനെ ആയിരിക്കും? നമുക്ക് ഈ ഞാൻ നോക്കുന്നത് ഒരു വൈദ്യദൃഷ്ടി, ഒരു പോലീസുകാരൻ നമ്മൾ നോക്കണത് കള്ളനാണോ എന്നുള്ളതിലല്ലേ നോക്കണത്. അവനെ നോക്കാൻ നേരത്ത് കള്ള ലക്ഷണം കണ്ട നല്ല പോലീസുകാരനാണെങ്കിൽ, അതുപോലെ ഒരു നല്ല ടീച്ചർക്ക് പഠിക്കുന്ന കുട്ടി ഏതാണ്, മണ്ടൻ കുട്ടി ഏതാണെന്ന് കണ്ടറിയാൻ പറ്റും. അവരെ ആ പ്രൊഫഷനിൽ മനസ്സിൽ പ്രൊഫഷൻ ഉണ്ടാവണം. അതിൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ്. വൈദ്യഭൂഷൺ രാഘവൻ തിരുവൽപ്പാടും CRR വർമ്മജിയും, അവരാണ് നമ്മളെ വൈദ്യദൃഷ്ടി. അപ്പം ഞാൻ നോക്കുന്നത് ഈ ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ചായ കാപ്പിയൊക്കെ ചെന്ന്, അല്ലെങ്കിൽ കരിക്കുമ്പളം കുടിക്കുന്ന ശരീരം, അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ വേറെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുവിധം ഡെവലപ്പ് ചെയ്ത രോഗങ്ങളുള്ളവരാണെങ്കിൽ രോഗം തുടങ്ങുന്ന നേരത്ത് നമുക്കത് പെട്ടെന്ന് ലക്ഷണങ്ങൾ കണ്ടെന്ന് വരില്ല. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മേക്കപ്പ് സാധനങ്ങളെ കുറ്റം പറയുന്നതാണല്ലോ. മേക്കപ്പ് കുട്ടികളുടെ മാസ്റ്റർ അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് സഹിച്ചില്ല, ഇത് ശാസ്ത്രീയമല്ല എന്ന് പറഞ്ഞിട്ട് കക്ഷി ഇങ്ങനെ. അല്ല, അതാണ് നേച്ചുറോപ്പതിയെ പറ്റി പൊതുവെ അലോപ്പതിക്കാരും പറയുന്നത് ശാസ്ത്രീയമൊന്നുമല്ല, പക്ഷെ സത്യമാണ്. അവരെല്ലാവരും ഇവിടെ എല്ലാം സംബന്ധിച്ച് സത്യമാണെന്ന് സംബന്ധിച്ചു. അപ്പോൾ ഈ സത്യവും ശാസ്ത്രവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമുണ്ട് എന്ന് ഇവിടെ വേറൊരു കാര്യമുള്ളത്. ഇപ്പോൾ കോഴിമുട്ട നല്ല സൂപ്പർ ഫുഡാണ്. 60% പഠനങ്ങൾ പറയുന്നത് സൂപ്പർ ഫുഡാണ്. അതേസമയം PCRM എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു ഡോക്ടർമാരുടെ സംഘടന, 17,000 ഡോക്ടർമാരാണ്. ഫിസിഷ്യൻസ് കമ്മിറ്റി ഫോർ റെസ്പോൺസിബിൾ മെഡിസിൻ എന്നാണ് അതിൻ്റെ പേര്. അവർ 17 കൊല്ലം നീണ്ടു നിന്ന പഠനം നടത്തി. 1.5 ലക്ഷം പേരിൽ മുട്ട മനുഷ്യ ശരീരത്തിന് ചേരുന്നതല്ല, കൊളസ്ട്രോള്, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസറിനൊക്കെ കാരണമെന്നാണ് അവരുടെ ഈവൻ വൈറ്റ് പോലും. അപ്പം നമുക്ക് വൈറ്റ് സൂപ്പർ ഫുഡാണെന്ന് പറയുന്നത് വെച്ചാൽ അതിൽ പ്രോട്ടീനുണ്ട്, 6 ഗ്രാം പ്രോട്ടീൻ വരെ ഉണ്ട്. അപ്പോൾ പഠനം നടത്ത ഈ ഫണ്ട് വാങ്ങി പഠനങ്ങളാണ് ഈ 60% പഠനങ്ങൾ. പോൾട്രി ഫാമുകളുടെ അവരുടെ അസോസിയേഷൻ്റെയൊക്കെ ഫണ്ടുണ്ട്. അപ്പോൾ ഇവർ പഠിക്കുന്നത് എന്താ, മുട്ടയിലെ പ്രോട്ടീൻ ആരോഗ്യകരമാണോ, അതിൻ്റെ കൊളസ്ട്രോളിലെ കുഴപ്പമുണ്ടാക്കുന്നുള്ളൂ, അത് അവർക്ക് പറയേണ്ട ബാധ്യതയില്ലല്ലോ. അതേസമയം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പഠനങ്ങൾ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പഠനങ്ങളുടെ സുനാമി ഉണ്ട്, അതിനെ മുക്കിക്കളയും. അപ്പോൾ പാല് വളരെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഠനങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ PCRM പറയുന്നത് പാലും മനുഷ്യ ശരീരത്തിന്, മൃഗപ്പാലും മനുഷ്യന് ചേരില്ല എന്നാണ്. വെളിച്ചെണ്ണയെക്കുറിച്ച് മിതമായി ഉപയോഗിക്കാവുന്ന ഒരെണ്ണ വെളിച്ചെണ്ണ, പക്ഷെ അതിനേക്കാളും മുന്നിൽ നിൽക്കുന്നതാണ് ഒലിവ് ഓയിൽ. എണ്ണകൾ കഴിയുന്നതും നിങ്ങൾ തേങ്ങ ഉപയോഗിക്കുക. തേങ്ങയിൽ വെളിച്ചെണ്ണ ഉണ്ടോ? ഇല്ല അല്ലേ, കൊപ്രല്ലേ ഉള്ളൂ. തേങ്ങയിൽ തേങ്ങ കൊപ്രയല്ലേ, കൊപ്ര ഉണക്കുന്നതല്ലേ. തേങ്ങയിൽ വെളിച്ചെണ്ണ ഉണ്ട്. നമ്മൾ ആ വെളിച്ചെണ്ണ തേങ്ങാപ്പാലെടുത്ത് ചൂടാക്കി വെളിച്ചെണ്ണ ഉണ്ടാക്കാം, ഇരുമ്പെണ്ണ ഉണ്ടാക്കുന്നു. അപ്പോൾ തേങ്ങയിൽ വെളിച്ചെണ്ണയുണ്ട്, വെളിച്ചെണ്ണയിൽ തേങ്ങയുണ്ടോ? അപ്പോൾ തേങ്ങ എന്താ? ആ നഷ്ടപ്പെട്ടു പോകുന്ന ജീവാംശം എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ
നമുക്ക് ഈ ജീവനുള്ള ഭക്ഷണം, അതേസമയം റെസ്റ്റ് കൊടുത്ത് ഏറ്റവും മിനിമം സമയം കൊണ്ട് ദഹിപ്പിച്ചാൽ കൂടുതൽ പോഷകം കിട്ടുന്നതായിട്ടുള്ള നമുക്ക് വേണ്ട പോഷകം. ഇപ്പോൾ പല മരുന്നുകളിലുമുള്ള ഘടകങ്ങൾ പല ഭക്ഷണത്തിലും ഉണ്ട്. ഇപ്പോൾ ചീരയിൽ ഇരുമ്പിൻ്റെ അംശമുണ്ട്, വൈറ്റമിൻ സി നിറഞ്ഞിരിക്കുകയാണ് നെല്ലിക്കയിൽ. ഈ ഗുളികകൾ കഴിച്ച് അതിൻ്റെ സൈഡ് എഫക്ട്സ്, ഇപ്പോൾ അയൺ ഗുളികയുടെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ എപ്പിഗ്യാസ്ട്രിക് പെയിൻ, സ്റ്റെയിനിങ് ഓഫ് ദി ടീത്ത്, മെറ്റാലിക് ടേസ്റ്റ് ഇൻ ദി മൗത്ത്. അയൺ സോർബിറ്റോൾ ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഡെത്ത് ഒക്കേഴ്സ് റയർലി എന്നാണ് മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്നത്. എന്തിനീ അപകടം പിടിച്ച വഴി കൂടി പോകണം? ചീരക്കറി കഴിക്കുക, നെല്ലിക്ക കഴിക്കുക. പരിഹാരങ്ങൾ സിമ്പിളായിട്ട് നമ്മളുടെ ശരീരത്തിന് യോജിച്ചതുള്ളപ്പോൾ അതൊരു 2 ആഴ്ചയൊന്ന് പരീക്ഷിച്ചിട്ട് പോരെ. അപ്പോൾ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കഴിക്കണം, മരുന്നുമായിട്ട് വരൂ. ആ മരുന്നിലുള്ള ഘടകങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ഔഷധമായിട്ട് അവർ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഞങ്ങൾ നോക്കി അതിന് പകരമുള്ള ഭക്ഷണം പറഞ്ഞു തരാം. നിങ്ങൾ ഏതായാലും ഭക്ഷണം കഴിക്കണമല്ലോ, ഈ ഭക്ഷണത്തിലേക്ക് പരമാവധി വരിക. യാത്ര ചെയ്യുന്നവർക്കൊക്കെ വളരെ എളുപ്പമാണ് നമ്മുടെ രീതി. കാരണം പഴങ്ങളോ, എവിടെ പോയാലും പഴങ്ങൾ കിട്ടും. ഈവൻ ഫ്ലൈറ്റിൽ പോകുന്നതിന് മുമ്പ് അവരോട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന നേരത്ത് ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞാൽ അവർ ഫ്രൂട്ട്സ് തരുന്നത്. എവിടെയാണ് കിട്ടാത്തത്? അപ്പോൾ അതൊന്ന് ട്യൂൺ ചെയ്തെടുക്കണം. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും കുഴിമന്തിയാണ് കാണുന്നത്, പഴമല്ല. കേരളത്തിലുടനീളം കുഴിമാന്തിയാണ്. കുഴിമന്തി എന്ന് പറയരുത്, കുഴിമാന്തിയാണ്. നിങ്ങളുടെ കുഴി മാന്താനായിട്ട്. പക്ഷേ ആ സാധനങ്ങൾ ഇപ്പോൾ ഷവർമ്മ, കേരളത്തിൽ മാത്രമാണ് ഷവർമ്മ, ഗൾഫിലെല്ലാം ഷവർമ്മയാണ്. അത് കഴിച്ചാൽ അവിടെ ആരും മരിക്കണില്ല. ഇത് മരണൈസും കൂട്ടിയാണ് ഇവിടെ കഴിക്കണത്. പല ദിവസങ്ങൾ വെച്ച് ചൂടാക്കി ആകെ അകൃതം പിടിപ്പിച്ച് പഴകിയ സാധനം കഴിച്ചാൽ കുഴപ്പമുണ്ടാവുന്നത്. ആ സാധനം കഴിച്ചുള്ള കുഴപ്പത്തിന് അലോപ്പതി ചികിത്സയ്ക്ക് പോയവരെ മരിച്ചിട്ടുള്ളൂ. അല്പം കരിയെടുത്ത് തിന്നാൽ പോലും രക്ഷപ്പെടുന്ന ആളുകളാണ് ഈ കെമിക്കൽ അതിൻ്റെ പുറത്തു കൂടെ തിന്നിട്ട് ചത്തുപോകുന്നത്. ഇവിടെ ഫുഡ് പോയിസണിലെല്ലാം മനുഷ്യൻ മരിക്കുന്നെന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനവും അത് തെറ്റായ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് മരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ഥിരമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ പ്രകൃതിസാന്ന് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് ഒരു ചെളി കുളിച്ച് നിൽക്കുന്ന മഡ്ഡി പൊതിഞ്ഞൊരു മനുഷ്യൻ്റെ രൂപമായിരിക്കും. പക്ഷേ ഞാൻ ഇത് തിരിച്ചും പറഞ്ഞ് നോക്കിയിട്ട് അങ്ങനെ ഒരു സംഭവം കാണുന്നത് അതിപ്പോൾ ഒരു ചികിത്സാ രീതി അല്ലേ? അതിൽ അത് ഒരു പണ്ടത്തെ അല്ലെങ്കിൽ വളരെ മുമ്പുള്ള പ്രകൃതിസ്ഥ രീതിയാണ്. പത്തനംതിട്ടയിലൊരു കാക്കോ വൈദ്യർ മണ്ണി കുഴിച്ചിട്ടുള്ള ചികിത്സകൾ, ഒരിടത്തും മാറാത്ത സോറിയാസിസ് പോലുള്ള ത്വക്ക് രോഗങ്ങൾക്കൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. നല്ലതാണ്. ഈ മണ്ണിനെ അഴുക്ക് വലിച്ചെടുക്കാനുള്ള ഒരു പവറുണ്ട്. അത് കിടക്കുന്ന മണ്ണ്, ഇത് നടക്കുന്ന മണ്ണാണല്ലോ. അപ്പോൾ അത് തമ്മിലൊരു സാമ്യമുണ്ട്. ഈ സാമ്യത്തിലേക്ക് പോവുക എന്നുള്ളൊരു അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരാത്തത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ പാർഷ്യലായിട്ട് അതിപ്പോഴും ചെയ്യുന്നുണ്ട്. മഡ് പാക്കുകളുണ്ട്, ഇങ്ങനെയുള്ള സോറിയാസ് പോലുള്ള കേസുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു സുഖം ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ ചെളി നിൽക്കുമ്പോൾ ആളുകൾക്ക് പേടിയാണ്. പ്രകൃതിയിൽ ചെളി പോരട്ടുന്നു, വൃത്തി ചെടി തീറ്റിക്കുന്നതാണ്. നമ്മൾ ചെടി തീറ്റിക്കുന്നില്ല. ഈ ഗുളിക എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുന്ന സാധനം ക്ലേ ആണ്. പക്ഷെ അത് സായിപ്പിനെ പോലെ വെളുപ്പിച്ച ക്ലേ ആണ്. അപ്പൊ കൊള്ളാം. കറുത്ത ക്ലേ എന്ന് പറയുമ്പോഴാണ് പേടി വരുന്നത്. ഈ പ്രകൃതിയിൽ നമ്മൾ ചെയ്യുന്നത് അത് വഷളാക്കിയാണ് അലോപ്പതി ചെയ്യുന്നത്. ഇപ്പോൾ അലോപ്പതിയിൽ നിങ്ങൾക്ക് അയൺ ഗുളിക തരുന്നുണ്ട്. അയൺ ഗുളിക അവർക്ക് കിട്ടുന്ന എവിടുന്ന മണ്ണിൽ നിന്ന് മൈൻ ചെയ്യുന്നതാണ്. നമുക്ക് ചീരച്ചെടി തരുന്ന എവിടുന്ന മണ്ണിൽ നിന്ന് തന്നെ എടുത്തതാണ്. മണ്ണിലുള്ള ഒരു മിനറൽ ഫോമിനെ, ഹെവി ഫോമിനെ അത് ലൈറ്റാക്കി ശരീരത്തിന് സ്യൂട്ടബിളാക്കി ചെടിയായിട്ട്, ഇലയായിട്ട്, കായായിട്ട്, പൂവായിട്ട് തരുന്നു. ആ സാധനം കഴിച്ചാൽ യാതൊരു സൈഡ് എഫക്ട്സും നമുക്ക് വരുന്നില്ല. അയൺ ഗുളിക കഴിച്ചാൽ ബ്ലഡിൻ്റെ കൗണ്ട് കൂടുന്നതോടൊപ്പം നിരവധി സൈഡ് എഫക്ട്സ് വരും. ഇവിടെ ചീര കഴിക്കുമ്പോൾ കണ്ണ് തെളിയും, രക്തശുദ്ധി വരും, നല്ല ശോധന കിട്ടി കുടൽ മുഴുവൻ ക്ലീൻ ആകും. അതേപോലെ ഹാർട്ടിൻ്റെ മസിലിന് ബലം വരും, അസ്ഥിക്ക് ബലം വരും. ഇങ്ങനെ ഒരു ഓൾറൗണ്ട് ബെനിഫിറ്റ് കിട്ടിയിട്ടാണ് പ്രകൃതി രീതികളിൽ നമുക്കൊരു മെച്ചം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളിപ്പോൾ കഴിക്കുന്ന പച്ചക്കറി എല്ലാം വിഷലിപ്തമാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് എത്രത്തോളം അത് പ്രകൃതിയുടെ കുഴപ്പമല്ല, പച്ചക്കറിയുടെ കുഴപ്പമല്ല. അത് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരുകളുടെ, ഈ രാജ്യം നിയന്ത്രിക്കുന്ന കുത്തകകളുടെ, പിന്നെ ഉപഭോക്താക്കളുടെയും കുഴപ്പമാണ്. നമ്മുടെയൊക്കെ വീടിൻ്റെ പിന്നാമ്പുറത്തുനിന്ന് ചീര പറിച്ച് നമ്മൾ എവിടെയെങ്കിലും കടയിൽ പോയി പച്ചക്കറി വാങ്ങിച്ചിട്ടാണോ 50 കൊല്ലത്തിന് മുമ്പ് മലയാളി ഭക്ഷണം കഴിച്ചിരുന്നത്? ഓരോ വീടിനും ആ വീടിൻ്റെ പച്ചക്കറി തോട്ടം ഉണ്ടാവും, വലിയ സ്ഥലമൊന്നും വേണ്ട. അതൊക്കെ കളഞ്ഞ് കാശ് കയറിയപ്പോൾ എന്തും വാങ്ങിക്കാമല്ലോ. മടിയന്മാർ, കുഴിമടിയന്മാരായി. ഇപ്പൊ വീട്ടിൽ സ്വിഗ്ഗിയും കൂടെ ചെയ്യാവുന്നതുകൊണ്ട് വെളി പോലെ കാശിൻ്റെ അഹങ്കാരം കൊണ്ട് രോഗികളായി. അവിടെയും കാശിൻ്റെ അഹങ്കാരം കൊണ്ടുള്ള ചികിത്സയ്ക്ക് പോവുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ കഞ്ഞിക്ക് വകയില്ലാത്ത പാവപ്പെട്ടവർ പോലും
കൊണ്ടുവരുന്നത് ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സ്കാനിങ് റിപ്പോർട്ടും അവിടുത്തെ ചികിത്സകളുടെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി അവിടെ പോയി അല്ലേ, അവിടെ പോയാലല്ലേ രോഗം മാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉള്ള രീതിയിലുള്ള പ്രചരണമാണ് മൊത്തം മീഡിയയിൽ നടക്കുന്നത്. മീഡിയ എല്ലാം അവരുടെ എനിക്ക് തോന്നുന്നു ഈ ഹോസ്പിറ്റലുകളുടെ പരസ്യം ഏറ്റവും കൂടുതൽ വന്നൊരു കാലം ഇത്. ഹോർഡിങ്സ് ഈ ഹോർഡിങ്സ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ചെയ്യാൻ പാടില്ലല്ലേ, ഹോർഡിങ്സ് ഇതുപോലുള്ള പരസ്യങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പാടില്ലാത്തതാണ്. അവർക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ അത് മാത്രം ജസ്റ്റ് പറയാമെന്നല്ലാതെ ഇവിടെ വന്നാൽ ഹാർട്ട് അസുഖങ്ങൾ മാറ്റിത്തരും. ഒരാളുണ്ടല്ലോ ക്യാൻസർ ഹീലറാണെന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബിൽ കിടന്ന് വെള്ളയാണ്. അണെത്തിക്കലാണ്, ഒരു ക്രിമിനൽ സാധനമാണ് ക്യാൻസർ ഹീലർ എന്ന് പറയാൻ പാടില്ല. അതുപോലെ കിച്ചൺ ടു ഫാർമസി, കിച്ചൺ ടു ക്ലിനിക് എന്നാണ് അയാൾ പറയുന്നത്. നമ്മൾ പറയുന്ന ക്ലിനിക്കിൽ നിന്ന് കിച്ചണിലേക്ക് വരാനാണ് കിച്ചൺ ക്ലീനൊക്കെ. അയാൾ അടുക്കള വഷളായ അടുക്കളയിലൂടെ കഴിക്കുന്നത് കൊണ്ട് ക്ലിനിക്കിലേക്ക് ആളെ കിട്ടും. അതുകൊണ്ട് മുട്ടയും പാലും ഒക്കെ കഴിച്ചോളൂ. പ്രകൃതിക്കാർ മണ്ടന്മാരാണ്, അവരൊന്നും പഠിച്ചിട്ടില്ല, ഞാനേ പഠിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തട്ടുന്നത്. ഇതുപോലെയാണ് ഒരു കമേഴ്ഷ്യൽ രോഗത്തെ കൊണ്ട് ലാഭമുണ്ടാക്കാൻ ഇരിക്കുന്ന ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ മഡ് തെറാപ്പിയൊക്കെ പറയുന്നത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞില്ലേ വാസോ ഡൈലേഷൻ നടത്താൻ വളരെ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ചൂട് കൊടുക്കേണ്ടടുത്ത് നമ്മളത് ഉപയോഗിക്കുക, തണുപ്പ് കൊടുക്കേണ്ടടുത്ത് നന്നായിട്ട് കൂടുതൽ സമയം ഒരു തുണി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ശരീരത്തിൻ്റെ ചൂടിലത്. പക്ഷെ മഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ നേരത്തേക്ക് അത് നിൽക്കും. അങ്ങനെയുള്ള മെച്ചങ്ങൾ അതിൽ. അപ്പോൾ നമ്മളിനിയിപ്പോൾ പൊതുവായ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഇപ്പോഴുള്ള ഹോസ്പിറ്റലുകൾ, നമ്മുടെ ഹോസ്പിറ്റൽ ഞാൻ വീണ്ടും പറയട്ടെ, അല്ല ചികിത്സാ കേന്ദ്രങ്ങൾ ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ പട്ടിക്കാട് കണ്ടു, കോഴിക്കോട് കണ്ടു, കൈനകരി കണ്ടു. ഇനി എവിടെയൊക്കെയുള്ള നമുക്ക്? ഇനിയും തൃശ്ശൂർ നമുക്ക് കോടന്നൂരിലുണ്ട്. അവിടെ ഈ കോൾപ്പാടത്തിൻ്റെ അടുത്തുള്ള സുന്ദരമായൊരു സ്ഥലമാണ്. ആലുവയിൽ ഏലൂക്കര, പെരിയാറിൻ്റെ ചേർന്ന ഒരു സ്ഥലം ഏലൂക്കര, അതും വളരെ നന്നായിട്ട് നടക്കുന്നതാണ്. പിന്നെ ആലപ്പുഴ കൈനകരിയിൽ ഈ മുണ്ടക്കൽ പാലം ഉണ്ടല്ലോ, ചവറ പിതാവിൻ്റെ ജന്മഗൃഹത്തിലേക്ക് പോകുന്ന ആ പാലത്തെ പമ്പാ നദിയുടെ തീരത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വെട്ടിക്കോട്, കായംകുളം അടൂർ റൂട്ടിലാണ് വെട്ടിക്കോട്. ചാരുമൂട് കറ്റാനത്തിൻ്റെ ഇടയിൽ നാഗരാജ ക്ഷേത്രത്തിൻ്റെ ആ വഴിയിൽ ആദ്യത്തെ ഇത് നമ്മളതാണ്. പിന്നെയുള്ളത് തിരുവനന്തപുരത്ത് ഉറിയാക്കോട് നെടിയവിള സ്റ്റോപ്പിൽ വിളപ്പിശാല പ്രസിദ്ധ വിളപ്പിശാല കഴിഞ്ഞ് അവിടെ നമുക്ക് വളരെ സ്വസ്ഥമായൊരു സ്ഥലം വേറെയുണ്ട്. അവിടെ ഒരു 10-20 പേഷ്യൻസിനുള്ള സംവിധാനങ്ങളാണ്. നമുക്കിപ്പോൾ ഇവിടെ എത്ര പേഷ്യൻസാണ് ഇപ്പോൾ ഉള്ളത്? ഇവിടെ നമുക്ക് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അല്പം സ്വസ്ഥതയും സ്വകാര്യതയും അതുപോലെ ഈ പ്രകൃതിയൊക്കെ ആയിട്ട് അങ്ങനെ താല്പര്യമുള്ള, പ്രത്യേകിച്ച് പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഏത് കേന്ദ്രത്തിൽ താമസിച്ചാലും ഫുഡ് അടക്കമുള്ള സ്റ്റേ ആണ്? ഫുഡ്, ട്രീറ്റ്മെൻറ്റ്, സ്റ്റേ എല്ലാം കൂടി നമ്മൾ വളരെ ലിമിറ്റായ ഒരു തുക എല്ലായിടത്തും. പിന്നെ നമുക്ക് തിരുവനന്തപുരത്ത് ഒരു പ്രകൃതി ഹോട്ടൽ നമ്മൾ പുതുതായിട്ട് തോന്നുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിന് ശേഷമുള്ള ഒരു സംഭവം. അതെവിടെയാണ്? അത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു ചെറിയ ഓട്ടോ ഡിസ്റ്റൻസ് ആണ് ഗാന്ധി ഭവൻ. തിരുവനന്തപുരം ഗാന്ധി സ്മാരക നദിയുടെ വലിയൊരു താല്പര്യമാണ് ഡോക്ടർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നിർബന്ധമാണ് വാസ്തവത്തിൽ ഗാന്ധി ഭവൻ്റെ ഉള്ളിൽ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അത് നമ്മളൊന്ന് പരിഷ്കരിച്ച് വളരെ സുന്ദരമാക്കി. എന്താണ് പേര്? മ്യൂസിക് കോളേജില്ലേ, തൈക്കാട് ഗസ്റ്റ് ഹൗസ്, മ്യൂസിക് കോളേജിൻ്റെ തൊട്ട് മുന്നിലാണ് ഗാന്ധി ഭവൻ. നേച്ചർ ലൈഫ് ക്യാൻറ്റീന. എന്താണ് അവിടുത്തെ സ്പെഷ്യാലിറ്റീസ്? വളരെ സ്പെഷ്യൽ. ഒരു പ്രകൃതി ഭക്ഷണം എന്താണ്, അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഊണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഊണെന്ന് പറഞ്ഞാൽ നമ്മൾ തവിടുള്ള അരിയുണ്ട്. അത്യാവശ്യം പച്ചരി വേണമെന്നുള്ളവർക്ക് പച്ചരിയുണ്ട് അവിടെ ഹോട്ടലെന്ന നിലയ്ക്ക്. പിന്നെ അവിയൽ, തോരൻ, സാമ്പാർ, പ്രകൃതി സാമ്പാർ, പുളിശ്ശേരി, പ്രകൃതി അച്ചാറ്, പായസം, ഇതെല്ലാം ഉള്ളൊരു ഊണാണ് അവിടെ ഉള്ളത്. രാവിലെ ആണെങ്കിൽ ഇടിയപ്പം, അപ്പം, പുട്ട്, വെജിറ്റബിൾ കറികൾ, മധുരക്കിഴങ്ങ് പുഴുങ്ങിയത്. ധാരാളം പേര് അതിന് പുറത്ത് അങ്ങനെ അധികം കിട്ടാത്തൊരു സാധനമാണ്. കപ്പ, പാൽക്കപ്പയുണ്ട്, തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന സൂപ്പർ സാധനമാണ്. കൊതി വരുന്നുണ്ടോ? ഞാനും ശ്യാമും കൂടെ കഴിഞ്ഞ തവണ നമ്മൾ കോഴിക്കോട് ഷൂട്ടിന് പോകുമ്പോഴത്തേക്കും ജേക്കബിന്റെ അടുത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ മടിച്ചാ സമ്മതിച്ചു. പക്ഷെ നല്ല കിടിലൻ പുട്ടും അല്ലേ, നല്ല കടലക്കറി. കാരണം നമ്മൾ ഈ പുട്ട് നമ്മളുടെ പൊടിയും അപ്പത്തിൻ്റെ പൊടിയൊക്കെ ആണെങ്കിലും അതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. അതേസമയം അതിൽ ചേർക്കുന്ന പീര, അതിൻ്റെയൊക്കെ ആ കൂട്ട് നമ്മൾ ശരിയായിട്ട് എടുത്ത ആ സമയം ടൈമിങ്ങും വെള്ളത്തിൻ്റെയൊക്കെ കറക്റ്റ് ആണെങ്കിൽ. പിന്നെ അയഡിൻ ഉപ്പല്ല ഉപയോഗിക്കുന്നത്. ഹോട്ടലുകളുടെയും ഹോസ്പിറ്റലുകളുടെയും പ്രത്യേകത അയഡിൻ ഉപ്പില്ല, ചുവന്ന മുളകില്ല, ഉള്ളിയില്ല,
അങ്ങനെ വേറൊരു ടേസ്റ്റിലേക്ക് നമ്മളെ ഇത് റിയൽ ടേസ്റ്റിലേക്ക് കൊണ്ടുപോവുക. അതുപോലെ കൊല്ലത്ത് ആശ്രമം മൈതാനം ഉണ്ടല്ലോ, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ പുറകിൽ ആശ്രമം മൈതാനം, എൻ്റെ കിഴക്ക് ഭാഗത്താണ് ആയുർവേദ കോംപ്ലക്സ് ഉള്ളത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഒരു പ്രകൃതി ഹോട്ടലിന് വേണ്ടിയിട്ട് നമുക്ക് സ്ഥലം VS അച്യുതാനന്ദം വന്ന് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം കൂടിയായിട്ടാണ് ഇപ്പോൾ അതാണ് വാസ്തവത്തിൽ. പണ്ട് തന്നെ ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞാനൊക്കെ മഹാരാജി പഠിക്കുന്ന കാലത്ത് കുരുവി, പൂങ്കുരുവി 3 ഹോട്ടൽ കൊച്ചിയിലുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് ടു ഏർലി ആയിരുന്നു, ടു ഏർലി ടു അക്സെപ്റ്റ് ആയിരുന്നു അല്ലേ. കേരളത്തെ പ്രകൃതി ഭക്ഷണം പഠിപ്പിച്ചത് അരുവിയാണ്. അതെ അതെ അതെ. ആരൊക്കെയാണ് അവിടെ വന്നു പോയിട്ടുള്ളത്? സിനിമാ താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാർ. ഇപ്പോഴും ഈ ഇത് ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരത്ത് VD സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. മുൻ സ്പീക്കർ വിജയകുമാർ ഉണ്ടായിരുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം നമ്മുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ഫുൾ സപ്പോർട്ട്, വളരെ സപ്പോർട്ട്. നമ്മൾ എറണാകുളത്ത് നമ്മുടെ വലിയ സമ്മേളനം നടന്നപ്പോൾ ടൗൺ ഹാളിൽ അദ്ദേഹം ഒന്ന് ഉദ്ഘാടനം ചെയ്തു. പിന്നെ ചാണ്ടി ഉമ്മൻ പിന്നെ അതിൽ വലിയ കോൺട്രവേഴ്സിയാണ് അദ്ദേഹത്തിൻ്റെ പ്രകൃതി താല്പര്യങ്ങൾ. ചാണ്ടി ഉമ്മൻ, പിന്നെ MA ബേബി നമ്മുടെ അടുത്ത് വന്ന് 10 ദിവസം നിന്ന് 10-15 കൊല്ലമായിട്ട് കഴിച്ചിരുന്ന മരുന്നുകൾ മുഴുവൻ നിർത്തി. അതുപോലെ ഡോക്ടർ VS വിജയൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സഹയാത്രികനാണ്. 25 കൊല്ലത്തെ പ്രമേഹം ഉണ്ടായിരുന്നു. 21 ദിവസം അദ്ദേഹം ഭാര്യ ലളിത വിജയൻ, അവർക്കും പ്രമേഹം ഉണ്ടായിരുന്നു. കോയമ്പത്തൂരിലെ ഏറ്റവും മധുരിക്കുന്ന ദമ്പതികൾ എന്നാണ് വിളിച്ചിരുന്നത്. 555 ഷുഗർ. 21 ദിവസം കൊണ്ട് 21 ദിവസം കൊണ്ട് ആ പ്രമേഹത്തിന്റെ മരുന്നെല്ലാം നിർത്തി. എത്ര 10-20 കൊല്ലമാകുന്നു അദ്ദേഹത്തിന്. പിന്നെ ആ പ്രമേഹ മരുന്നുകളോ ഒരു റോഡപകടത്തിൽ ഒരു ചെറിയ പ്രശ്നം വന്നത് ഒഴിച്ചാൽ പ്രായമായിട്ടുണ്ടെന്നുണ്ട്. വളരെ സന്തോഷമായിട്ട് ഇപ്പോഴും പ്രകൃതി ഭക്ഷണമാണ് രണ്ടുപേരും. അപ്പം അങ്ങനെ മേധാ പട്കർ, സ്വാമി അഗ്നിവേശം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം, അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ, ഇങ്ങനെ പ്രകൃതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള പ്രശാന്ത് ഭൂഷൺ നമ്മളുള്ള രീതിയിലല്ലാതെ തന്നെ പ്രകൃതിയിലേക്ക് വന്നവരാണ്. പക്ഷെ ബാക്കി പലരും നമ്മളിലൂടെ ഈ രംഗത്തേക്ക് വന്നവരാണ്. അതുപോലെ സാധാരണക്കാർ എത്രയോ മനുഷ്യരാണ് ദുരിത രോഗങ്ങൾ സിമ്പിളായിട്ട് മാറ്റി. ഇപ്പോൾ ഇന്നിവിടെ സിഡ്ബി ബാങ്കിൻ്റെ GM ആയിരുന്നു ഞാൻ പരിചയപ്പെട്ടത്. അദ്ദേഹത്തിന് ഡിപ്രഷൻ വന്നിട്ട് അന്ന് ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് ആ ഗുളിക കൈവച്ചുകൊണ്ട് ഒരു രാത്രി ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിക്കണോ വേണ്ടെന്ന് ആലോചിച്ചിട്ട് അവസാനം ജേക്കബിനെ ഒന്ന് വിളിച്ചു. അത് കഴിച്ചാൽ പിന്നെ സ്ഥിരം കഴിക്കേണ്ടി വരും, ആൻറ്റി ഡിപ്രസൻസ് ആണ്. അപ്പോഴാണ് ജേക്കബിനെ ഒന്ന് വിളിച്ചാലോ എന്ന് വിളിച്ച് വിളിക്കുകയും പിറ്റേ ദിവസം ജേക്കബിൻ്റെ അടുത്ത് വരികയും പിന്നെ 13 വർഷമായിട്ട് ഒരു ഡിപ്രഷനും ഇല്ല. പുള്ളി വളരെ ഹാപ്പി, ഒരു രോഗമില്ല. ഒരു ഭാര്യ അല്പമൊക്കെ തെറ്റിച്ചതുകൊണ്ട് വീണ്ടും വന്നിരിക്കുന്നു അവർ പറയുകയും ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ പ്രകൃതി ചികിത്സ എത്രത്തോളം നമ്മളെ എന്താ പറയുക എനർജറ്റിക് ആക്കി നിലനിർത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ കാണുന്ന മനുഷ്യൻ ഇത് തന്നെയാണ്. കാരണം ഞാനൊക്കെ എത്രയോ വർഷങ്ങൾ മുമ്പുള്ള പരിചയം, എൻ്റെ വീട്ടിലേക്ക് സ്ഥിരം ആളായിരുന്നു. ആ കാലത്ത് കണ്ട ജേക്കബിൽ നിന്നും ഇവിടെ വ്യത്യാസമില്ല. തല ഇതിന് നരച്ചെന്നല്ലാതെ ഇന്ന് വരെ ഈ മനുഷ്യർ പനി പിടിച്ചു പോലും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഒരു ചുമയോ പനിയോ ഒന്നുമില്ല. അത് കൃത്യമായ ഒരു പ്രകൃതി ജീവനത്തിൻ്റെ ഫലമായിട്ടാണ്. അതിൽ മറ്റൊന്ന് എനിക്കുള്ളത്, ഞാൻ അറിയാമല്ലോ, ഞാൻ 21 ലക്ഷം കിലോമീറ്ററിലേക്ക് വണ്ടി ഓടിച്ച് കയറിയിട്ടുണ്ട്. ഒരു ക്ഷീണമില്ലാണ്ട് കോഴിക്കോട് നിന്ന് നേരെ കാർ ഓടിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തും. അതിനിടയ്ക്ക് എല്ലാ ഹോസ്പിറ്റലും കയറി ക്ലാസ് കൊടുക്കും. അതിനിടയ്ക്ക് കുമളിയിൽ ഉപവാസ സമരത്തിന് പോകും. പരിപാടിയായിരുന്നു. ഇതുപോലെ ആർക്കും ജീവിക്കാവുന്നതേ ഉള്ളൂ. അല്പം ജീവിതം ലളിതമാക്കണം. നമ്മൾ പ്രകൃതി ചെയ്യുന്നത് ജീവിതത്തെ ബുദ്ധിമുട്ടിക്കാനല്ല, സിമ്പിളാക്കാനും ബ്യൂട്ടിഫുൾ ആക്കാനുമായിട്ടാണ്. ശരീരത്തെ സുന്ദരമാക്കുക, രോഗങ്ങൾ വരാതെ ജീവിക്കുക, അതേപോലെ ഏറ്റവും എളുപ്പമുള്ള എവിടെ പോയാലും നമുക്ക് സർവേ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ അത് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇപ്പോൾ ദിവസവും നമ്മളുടെ ഇപ്പോൾ എനിക്ക് ഒരു ചെറിയ ചാനലൊക്കെ ഉണ്ട്, നേച്ചർ ലൈഫ് TV, യൂട്യൂബ് ചാനലിലൂടെയും നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, നമ്മൾ എഴുതിയ പുസ്തകങ്ങൾ 10-14 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ട് ഞാൻ അലോപ്പതി എതിർക്കുന്നു. 2 മാസത്തിനുള്ളത് ഒരു സാധനം. പിന്നെ അവർക്ക് ശാസ്ത്രമല്ല ഇത്, അതാണ് ശാസ്ത്രം എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എന്തായാലും റോഡ് സൈഡിൽ കൂടെ വണ്ടിയൊന്നും ഓടിച്ച് പോകണ്ട, വലിയ മരുന്ന് മാഫിയൊക്കെയുള്ള കാലം. പക്ഷേ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ അവരെ എന്ത് പറഞ്ഞാൽ ഞാൻ ഇത്രയേറെ എതിർത്തിട്ടും വ്യക്തിപരമായി എന്നോടൊരു വൈരാഗ്യം അവർ വെച്ച് പ്രവർത്തിക്കില്ല. കാരണം ഞാൻ മെഡിക്കൽ ടെക്സ്റ്റുകൾ പഠിച്ചെടുത്തു എന്നുള്ളതിൽ എന്നെ പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എനിക്കറിയാവുന്ന നല്ലൊരു ശതമാനം ഡോക്ടർമാരും വളരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം മെഡിക്കൽ ടെക്സ്റ്റുകൾ അവർ പഠിച്ചപ്പോൾ അവരാ വരികൾക്കിടയിൽ വായിക്കാൻ പറ്റിയിരുന്നില്ല, പഠിപ്പിച്ചത് പഠിച്ചു എന്നേ ഉള്ളൂ.
അത് പ്രാക്ടീസ് ചെയ്യുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള പല ഭാഗങ്ങളും അവരെ കൂടെ കാണിച്ചു കൊടുത്തു. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, അപ്പം നമ്മളെ പോലെ തന്നെ ഒരു സുഹൃത്തുണ്ട്, കാസർഗോഡുകാരനാണ്, ഞാൻ പേര് പറഞ്ഞാൽ ശരിയാവില്ല, 40 കൊല്ലമായിട്ടുള്ള പരിചയമാണ്. ഞങ്ങൾ ഈ ഗാന്ധി യുവമണ്ഡലം സംഘടനയിലുണ്ടായിരുന്നതാണ്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഡോക്ടർമാരോട് കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ജേക്കബിനെ കുറിച്ചാണ്. എന്തൊക്കെ മണ്ടത്തരാണ് പറയുന്നത് അല്ലേ എന്ന് പറയും. പക്ഷേ ഇവരെല്ലാവരും തന്നെ ജേക്കബ് പറയുന്ന ഭക്ഷണ രീതിയിലേക്കാണ്. കാരണം ഞങ്ങൾ ഡിന്നർ കോഴ്സിലേക്ക് പോകുമ്പോൾ അവർ കൂടുതൽ സാലഡ്, പഴങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും മദ്യപാനം നിർത്തി. അങ്ങനെ വലിയൊരു മാറ്റം ജേക്കബ് വഴി അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കറിയാം ഞാൻ ഈ പറയുന്നത് എൻ്റെ ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയല്ല. ഞാൻ ഈ പ്രകൃതി രീതി ചെയ്ത് അങ്ങനെ കാശുണ്ടാക്കണില്ല. എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് പോലും ഞാൻ കാശ് വാങ്ങുന്നില്ല. കാരണം വഷള് പരസ്യം കയറ്റിയിടുകയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അതുപോലും ചെയ്യാറില്ല. പിന്നെ ഒരു ദിവസം ഒരു പേഷ്യൻ്റ് ഇരുന്ന് 2000-3000 വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തിനാകും ഈ വാടകയും എല്ലാം കൊടുത്തിട്ട്. അപ്പോൾ ഏതായാലും 2300-ഓളം 2700-ഓളം യൂട്യൂബ് വീഡിയോകൾ നമ്മൾ അതിൽ കിടപ്പുണ്ട്. അതൊക്കെ ദിവസം 6:30 ഓരോ പോസ്റ്റ് നമ്മളിടും. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാനും കുറേ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കും. എങ്കിൽ പോലും ജേക്കബ് ആദ്യം പറഞ്ഞൊരു പോയിന്റാണ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ സൈക്കിൾ കൊണ്ട് ഒരാൾ പഠിപ്പിക്കണം, പഠിപ്പിച്ചാലാണ് അത് സ്മൂത്തായിട്ട് ചവിട്ടാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ അസുഖം എന്ത് തന്നെ ആയാലും, ചില അസുഖങ്ങൾ ജേക്കബ് തന്നെ പറയും ഇത് നിങ്ങൾ അലോപ്പതിയിൽ പോകും, ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള പോകണം. ഒരു ക്രൈസിസ് മാനേജ്മെന്റിന് തീർച്ചയായും നമുക്ക് അലോപ്പതി അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തിനാ അത് വേണ്ടാന്ന് ചോദിക്കണം, അതൊക്കെ നമുക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അതേസമയം രോഗങ്ങളുടെ കാര്യത്തിൽ അത് വഷളാക്കി അങ്ങേയറ്റത്തെത്തിയിട്ട് വന്നിട്ട് കാര്യം ഉണ്ടാവില്ല. രോഗങ്ങളുടെ കാര്യത്തിൽ മരുന്നുകൾ നിർത്താനും ആരോഗ്യകരമായിട്ട് ജീവിക്കാനും നമുക്ക് സാധിക്കും. അതേപോലെ നമുക്കിപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ തന്നെ ഒരു ഇതുള്ള സഹായങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരം നമ്പറുകളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പറ്റും ഈ ചികിത്സ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ട് തന്നെ വരിക. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ നേച്ചർ ലൈഫിൻ്റെ 7 ഹോസ്പിറ്റലുകളുണ്ട്, തിരുവനന്തപുരം കോഴിക്കോട് വരെ. അവിടെ അങ്ങ് ചെല്ലുക. എനിക്കിവിടെ കിടക്കുന്ന രോഗികളെയൊക്കെ ഒന്ന് കാണണം. അതിൽ ചിലർക്കുണ്ടാവും സംസാരിക്കാൻ വിമുഖതയുള്ളവരുണ്ടെങ്കിൽ, ബാക്കിയുള്ളവരോട് നിങ്ങൾക്ക് സംസാരിക്കാം. ഞങ്ങൾ വിളിച്ചു തരും, സംസാരിച്ചോളാൻ പറയും. പലപ്പോഴും നമ്മൾ കൺസൾട്ടേഷന് വരുമ്പോൾ പല രോഗികളോടും ഇൻറ്ററാക്ട് ചെയ്യാൻ സമ്മതിക്കാറുണ്ട്. കാരണം ഞങ്ങൾക്ക് ധൈര്യമാണ്, ഞങ്ങളവിടെ ഇരിക്കുകയല്ല, നമുക്ക് വളരെ ധൈര്യമാണ്. അപ്പം അതുകൊണ്ട് പിന്നെ രോഗം മാറിയ ആളുകളുടെ കുറച്ച് നമ്പർ വേണമെന്നൊരാൾ പറഞ്ഞാൽ സന്തോഷമായിട്ട് സഹായിക്കുന്ന ആളുകളുണ്ട്, ആ നമ്പർ നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. ഇതൊന്നും ആളുകൾ ശ്രദ്ധിക്കണം. ഒരിക്കലെങ്കിലും ഇതെന്താണെന്നൊന്ന് അറിഞ്ഞിട്ട് നിങ്ങളൊരു നിലപാടെടുക്കുക. ശരിയാണോ തെറ്റാണോ? ഇനി അല്പം തെറ്റിപ്പോയെന്ന് കരുതി ഒരു അപകടവും വരാവുന്ന കാര്യമില്ല. പച്ചക്കറി കഴിക്കണം, പഴം കഴിക്കണമെന്നല്ലേ ഉള്ളൂ. ആൻറ്റിബയോട്ടിക് ഒന്നും തരുന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി നേരമായി നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതൊരു വലിയൊരു വിഷയമാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ധാരാളം കുറേ നേരം സംസാരിക്കാനുള്ള വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ കൊടുത്ത നമ്പറിൽ വിളിച്ചു ചോദിക്കുക. അല്ലെങ്കിൽ തെക്ക് തൊട്ട് വടക്ക് വരെ എല്ലാ സ്ഥലങ്ങളിലും ഇവരുടെ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം വീണ്ടും നമ്മൾ എന്താ പറയുക, അടുത്തൊരു കേന്ദ്രം തുടങ്ങുമ്പോൾ അങ്ങോട്ട് വരാം. എനിക്ക് തോന്നുന്നു ഹോട്ടലിൽ ഒരു ദിവസം വരണം. ശരിയാ, നമ്മുടെ അതെ അത് പറഞ്ഞല്ലോ. എനിക്ക് ഈ പറഞ്ഞത് നമ്മൾ ബീഫൊക്കെ കഴിക്കുന്ന ആളാണ്, എന്നാൽ പോലും ജേക്കബിന് അതിന്റെ കുഴപ്പങ്ങൾ മുഴുവൻ ശരീരത്തിലുണ്ട്. തീർച്ചയായിട്ടും അതുമല്ല, ഈ നമ്മൾ മരിക്കുമ്പോഴേക്കും ബെർണാഡ് ഷാ പറഞ്ഞ പോലെ എൻ്റെ ശവശരീരത്തിൻ്റെ പുറകെ നിങ്ങൾ ആരും വരരുത്. പശു, ആട്, കോഴി, താറാവ് അവരാണ് വരേണ്ടത്. കാരണം ഞാൻ മരിക്കുന്നതിൽ സങ്കടമുള്ളത് അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങളതൊന്നും കൊന്നു തിന്നാത്ത ഒരു മനുഷ്യനാണല്ലോ കഴിക്കില്ലായിരുന്നു. ആ കക്ഷിയല്ലേ പറഞ്ഞേക്കണത്, ഈ നിലവിലുള്ള മരുന്നുകളെല്ലാം എടുത്ത് കടലിലെറിഞ്ഞാൽ മനുഷ്യരുടെ ആയുസ് 10 കൊല്ലം കൂടും. പക്ഷേ ആ കടലിലുള്ള ജീവികൾ മുഴുവൻ ഞങ്ങൾ പാരാസ്റ്റോൾ കൊണ്ടാണ് എലിയൊക്കെ പാരാസ്റ്റോൾ പൊടിച്ച് ചോറി കുഴച്ച് വെച്ച 5-8 എലികൾ 4 ദിവസം കൊണ്ട് ചത്തു കിട്ടും. പക്ഷെ സങ്കടം കൊണ്ട് അതും ചെയ്യാറില്ല. വേറെ കാര്യം പറഞ്ഞിട്ടുണ്ടോ സിഗരറ്റ് വലിക്കുന്നതിനെ പറ്റി? ഒരറ്റത്ത് തീയും മറ്റൊരു വിഡ്ഢിയുടെ തലയും. അത് ഗംഭീര സാധനം. അപ്പോൾ എന്തായാലും ജേക്കബേ വീണ്ടും സന്തോഷം. എല്ലാവർക്കും ചികിത്സ എന്ന് പറയുന്ന ഒരു വലിയ ഒരു സംഭവം തന്നെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ജേക്കബിൻ്റെ പുസ്തകങ്ങൾ വായിക്കാം, യൂട്യൂബ് ചാനൽ കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ രോഗ ശമനത്തിനായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ചികിത്സാ കേന്ദ്രങ്ങളെ സമീപിക്കാം. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം എക്സ്ക്യൂസ് ചെയ്യുക. കാരണം വെച്ചാൽ ഇതിനകത്ത് യാതൊരു അശാസ്ത്രീയ കാര്യങ്ങളും പറയുന്നില്ല. ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റിയെടുക്കുക, ആഹാരശീലങ്ങൾ മാറ്റുക, ഉറക്കത്തിൻ്റെ സമയം കൂട്ടുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളല്ലാതെ ഇവിടെ യാതൊരു മരുന്നും മന്ത്രവും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരോട് ക്ഷമ വെച്ചുകൊണ്ട് നമുക്കില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. പക്ഷേ യൂട്യൂബിൻ്റെ കാര്യത്തിൽ മത്സരിക്കാൻ വരും വേണ്ടത്. താങ്ക് യു.